ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഓം നമഃ ശിവായ. ഓം ഹ്രീം നമഃ. ഓം ഹ്രീം നമഃ ശിവായ. ഓം വാണീ ദേവി സുനീലവേണി സുഭഗേ വീണാരവം കൈതൊഴാം. വാണീ വൈഭവമോഹിനി ത്രിജഗതാം നാഥേ വിരിഞ്ചപ്രിയേ. വാണീ ദോഷമശേഷമാശുകളവാനൻ നാവിന്മേലെപ്പോഴും വാണിയിടേണം. അതിനു നിന്നടിയിൽ ഞാൻ വീഴുന്നു മൂകാംബികയും. ത്രിമൂർത്തിം ശക്തി സംയുക്തം ശ്രീവിദ്യാമന്ത്രമാതൃകാം ശ്രീചക്രമധ്യേ നിലയാം ശ്രീമൂകാംബികാം സദാ. ശ്രീമൂകാംബികാം സദാ. സുഹൃത്തുക്കളായ സജ്ജനങ്ങളെ, പരമാത്മ ചൈതന്യ സ്വരൂപനായിരിക്കുന്ന ശ്രീ മഹാദേവനും അനുഗ്രഹപ്രദായിനിയായിരിക്കുന്ന ശ്രീ ഭഗവതിയും കൂടി ഒരു വാക്കിനകത്ത് അർത്ഥം എപ്രകാരമാണോ ഇരിക്കുന്നത് അപ്രകാരം ഒരു ചൈതന്യത്തിന്റെ സൗന്ദര്യത്തിന്റെ ഗുണങ്ങളെയും ബലങ്ങളെയും നിൽക്കുന്നത് പോലെ ശ്രീ പരമേശ്വരന്റെ പാതി മെയ്യായി, പാതി ശക്തിയായി, പാതി മേന്മയായി, നന്മയായി നിൽക്കുന്ന അർദ്ധനാരീശ്വര സങ്കല്പങ്ങൾ കൊണ്ട് ഈ നാട് മുഴുവൻ പ്രശസ്തിയാർജിച്ച തത്തമുന്ന ശ്രീ ഉമാമഹേശ്വര ക്ഷേത്രത്തിലെ പ്രഥമമായിട്ടുള്ള ശിവപുരാണ ജ്ഞാനയജ്ഞത്തിന്റെ മധ്യാഹ്നം വരെയുള്ള ഭാഗങ്ങൾ നമ്മളിവിടെ ഭഗവത്പാദങ്ങളിൽ സമർപ്പിച്ചിരിക്കുകയാണ്. പല പ്രാവശ്യം നമ്മളിവിടെ ഈ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹം നടത്തിയിട്ടുണ്ട്. വേദം വ്യസിച്ച മുനി മോദം വരാഞ്ഞു പുനരേതശകാരഖില നാരായണായ നമ ഇന്ന് നമ്മൾ പാടിപ്പഠിച്ച ശ്രീമദ് ഭാഗവതത്തെ നമ്മൾ നന്നായി അറിയുകയും മനസ്സിലാക്കുകയും ചൈതന്യവത്തായിട്ട് ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ വീണ്ടും മറ്റൊരു തലങ്ങളിലേക്ക് നമ്മൾ പോകണമെങ്കിൽ ആ തലങ്ങളിൽ നിൽക്കുന്ന ദേവതയുടെ സങ്കല്പം ഏതാണെന്ന് അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുകയാണ് യജ്ഞങ്ങൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓരോ ഗ്രന്ഥങ്ങളും നമുക്ക് നൽകുന്നത് പല വിധത്തിലുള്ള കഥകളാണ്. ഓരോ കഥകളിലൂടെ ഓരോ ദേവതകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരിക്കും പറയുന്നത്. അപ്പോൾ ഓരോ പുരാണങ്ങളിലാണെങ്കിലും അഥവാ ഇതിഹാസങ്ങളിലാണെങ്കിലും എല്ലാം പ്രധാനമായിരിക്കുന്ന ഒരു കേന്ദ്ര ബിന്ദു ഉണ്ടാവും. ആ ഒരു കേന്ദ്ര ബിന്ദുവായി നിൽക്കുന്നത് ഒരു ദേവനാകാം, അല്ലെങ്കിൽ ഒരു ദേവിയാകാം, അല്ലെങ്കിൽ മറ്റൊരു സങ്കല്പങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു അർത്ഥതലങ്ങളോ ആകാം. ഏത് തലങ്ങളിലാണ് ചിന്തിച്ചിരുന്നാലും ശരി, ഏത് തലങ്ങളിലുള്ളതിനെയാണെങ്കിലും ശരി, നമ്മൾ അതിനെ എങ്ങനെ കാണുന്നു, അതിനെ എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നതനുസരിച്ചാണ് അത് നമ്മളുടെ ജീവിതത്തിൽ പ്രായോഗികമായ തലങ്ങളിൽ ഗുണകരമാണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, നമ്മൾ ചില രോഗങ്ങൾക്കൊക്കെ ചില മരുന്നുകൾ കഴിക്കുന്നതിന് മുമ്പ് ഹോസ്പിറ്റലിൽ നമുക്ക് ആദ്യം ഒരു ടെസ്റ്റ് ഡോസ് തരും. അല്പനേരം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതുമായി ബന്ധപ്പെട്ട് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല എന്ന് ബോധ്യം വന്നെങ്കിൽ മാത്രമേ ആ മരുന്ന് നമ്മളുടെ ശരീരത്തിൽ ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ ഓരോ ദേവതകളെയും ഓരോ തലങ്ങളെയും നമ്മളിലേക്ക് നൽകുന്നതിന് മുമ്പ് ആ ദേവതകളെ അല്പം നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ആ ദേവതയുടെ സങ്കല്പങ്ങൾ നമുക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പ്രായോഗികമായ അവസ്ഥകളിൽ നമുക്ക് വ്യത്യാസങ്ങളോ ഗുണങ്ങളോ ദോഷങ്ങളോ ഉണ്ടോ എന്ന് അറിയും. അതിനെ പറയുന്നത് ഉപാസന എന്നാണ്. അപ്പോൾ ഉപാസനയിലൂടെ നമ്മൾ ഒരു ഈശ്വരനായിരിക്കുന്ന ഒരു ദേവതാ സങ്കല്പത്തെ നമ്മൾ കാണുകയും അറിയുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മളുടെ ജീവിതത്തിൽ വളരെയധികം ജീവിതത്തിന് ഒരു വലിയ അർത്ഥമുണ്ടായിട്ട് മാറും. മൃഗങ്ങളിൽ നിന്ന് നമ്മൾ അല്പം വ്യത്യസ്തരാണ്. എന്നാൽ മൃഗങ്ങളും നമ്മളും പല വിധത്തിലും തുല്യരാണ്. ഉണ്ണാനും ഉണ്ടാക്കാനും ഒടുങ്ങുവാനും മാത്രമാണ് മൃഗങ്ങൾക്ക് സാധിക്കുന്നത്. ആ തലങ്ങളിൽ നിന്ന് ആ അവസ്ഥകളിൽ നമ്മളെല്ലാം മൃഗങ്ങളോട് തുല്യരാണ്.
പക്ഷേ കുറെ കൂടി തലങ്ങളിലേക്ക് ചിന്തിച്ച് പ്രവർത്തിക്കുവാനുള്ള, അല്ലെങ്കിൽ പ്രവർത്തിക്കേണ്ടതിനെ പറ്റി നന്നായി ചിന്തിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കുവാനുള്ള ഒരു വലിയ ഗുണം ഈശ്വരൻ നമുക്ക് മാത്രമായി തന്നിട്ടുണ്ട്. മൃഗങ്ങൾക്കൊക്കെ അതുണ്ടോ എന്ന് ചോദിച്ചാൽ മൃഗങ്ങൾക്ക് അതില്ലാത്തത് കൊണ്ടാണ് ഇന്നും അവർ മൃഗങ്ങളായി തന്നെ നിൽക്കുന്നത്. നമ്മളുടെയും സ്വഭാവത്തിന് വ്യത്യാസങ്ങൾ വരുമ്പോൾ നമ്മളോട് ചോദിക്കാറുണ്ട്, നീ എന്താ ഒരു മൃഗത്തെ പോലെ? അതൊരു മൃഗമായ വിധത്തിലേക്ക് നമ്മൾ മാറുമ്പോഴാണ് നമ്മൾക്ക് മനനം ചെയ്യുവാനുള്ള കഴിവുകൾ പലതരത്തും ഇല്ലാതെ വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നല്ലതിനെ കാണുവാനും അറിയുവാനും മനസ്സിലാക്കുവാനുമുള്ള അറിവുകൾ നമുക്കുണ്ടെങ്കിലും അതിനെ ഉപയോഗിക്കുക എന്ന് പറയുന്നത് അത് തിരിച്ചറിവുകളാണ്. അപ്പോൾ ആ തിരിച്ചറിവുകൾ നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പഠിച്ചത് കൊണ്ട് നമുക്ക് പ്രയോജനമുണ്ടാവും. വിദ്യാഭ്യാസം എന്ന് പറയുന്ന തലങ്ങൾ തന്നെ വിദ്യ എന്ന അറിവാണ്. ആ അറിവിനെ നമ്മൾ ജീവിതത്തിൽ അഭ്യസിച്ചു കഴിയുമ്പോൾ അത് പ്രായോഗികമായ തലങ്ങളിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ പഠിച്ചത് കൊണ്ടൊന്നും നമുക്ക് പ്രയോജനമില്ലാത്ത അവസ്ഥയാണ്. നമ്മൾ 10 വർഷക്കാലം പഠിച്ചു, എന്തിനാ? 10ാം ക്ലാസ്സിലെ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി. അത് നമ്മുടെ പ്രധാന ലക്ഷ്യം 10ാം ക്ലാസ് ഒന്ന് പാസ്സാകുകയാണ്. പക്ഷെ 10ാം ക്ലാസ് ഒന്ന് പാസ്സാകണമെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ കൂട്ടിച്ചേർന്ന് പഠിച്ച് ഒരു നല്ല തലങ്ങളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ 10ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് എല്ലാം കിട്ടിക്കഴിയുമ്പോൾ 7ലും 8ലും 9ലും ഒക്കെ പഠിച്ച പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉപകാരപ്പെടാറില്ല എന്നുള്ളതാണ്. പക്ഷെ ആ സമയങ്ങളിൽ നമ്മൾ അതൊക്കെ പഠിച്ചേ പറ്റുകയുള്ളൂ. ആ സ്ഥലങ്ങളിൽ നമ്മൾ പഠിക്കുകയും അതിന് കൃത്യമായ മാർക്കുകൾ മേടിച്ച് നമ്മൾ ജയിക്കുകയല്ല, അവിടെ നമ്മൾ കൂടുതൽ മാർക്കുകൾ മേടിച്ച് വിജയിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ ആദ്യത്തെ തലം എന്നതുപോലെ തന്നെ നമുക്ക് ഈശ്വരനെ അറിയണമെങ്കിൽ നമ്മൾ കൂടുതൽ ഉപാസനകളിലേക്ക് നമ്മൾ മാറണം. ആ ഉപാസനകളിലേക്ക് നമ്മൾ മാറണമെങ്കിൽ ആദ്യം നമുക്കൊരു എൻട്രൻസ് ഉണ്ടെന്നുള്ളത് പോലെ തന്നെ ഒരു ചെറിയ വിഷയങ്ങളെ നമ്മൾ അർത്ഥതലങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യണം. നമുക്കറിയാം 4 വേദങ്ങൾ നമുക്കുണ്ട്. ഹൈന്ദവ സംസ്കാരം അനുസരിച്ച് ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആധികാരികമായിരിക്കുന്ന ഗ്രന്ഥം അല്ലെങ്കിൽ അവരുടെ മതഗ്രന്ഥം എന്ന് പറയുന്നത് ബൈബിളാണ്. എന്നാൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകനായിരിക്കുന്ന നബി തിരുമേനിയുടെ പ്രവചനങ്ങളെ ഉൾക്കൊള്ളുന്ന പരിശുദ്ധമായിരിക്കുന്ന ഖുർആനാണ് അവരെ സംബന്ധിച്ചിടത്തോളം മതപരമായിരിക്കുന്ന അടിസ്ഥാന ഗ്രന്ഥങ്ങൾ. പക്ഷേ ഹൈന്ദവ സംസ്കാരം അനുസരിച്ച്, സനാതന സംസ്കാരം അനുസരിച്ച് നമ്മൾ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിക്കുന്ന അടിസ്ഥാനപരമായിരിക്കുന്ന ഗ്രന്ഥങ്ങൾ ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പല ഉത്തരങ്ങളാണ് നമുക്ക് നൽകുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് പല വിധത്തിലുള്ള മറുപടികൾ വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഓരോന്നിനെയും ഓരോ തലങ്ങളിലാണ് കാണുന്നത്. ഈശ്വരൻ എന്ന് പറയുന്ന പ്രഥമമായിരിക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന വഴികളാണ് ഈ പറയുന്ന ഗ്രന്ഥങ്ങളെല്ലാം. മതപരമായിരിക്കുന്ന മതഗ്രന്ഥങ്ങൾ എന്ന് പറയുമ്പോൾ ആ മതം എന്ന് പറയുന്നത് നമ്മുടെ ഒരു അഭിപ്രായം എന്ന് വേണം പറയാൻ. ആ അഭിപ്രായം എന്ന് പറയുന്നത് അത് പൊതുവായിരിക്കണം, അതൊറ്റയായിരിക്കണം, അത് ഒന്നിച്ചു തന്നെ എല്ലാവരും ഒരുപോലെ തന്നെ ചിന്തിക്കുന്നതായിരിക്കണം. ഏത് സ്ഥലങ്ങളിൽ പല വിധത്തിൽ പല നാനാ ജാതികളിൽ നാനാ തലങ്ങളിൽ നിൽക്കുന്നവരാണെങ്കിൽ പോലും ദൈവികമായിരിക്കുന്ന കാര്യങ്ങൾ വരുന്ന സമയത്ത് നമുക്കെപ്പോഴും പൊതു അഭിപ്രായമായിട്ട് വരുന്നത് ഒന്ന് തന്നെയായിരിക്കും. ഈശ്വരൻ എന്ന് പറയുന്ന ഒരു സത്യത്തെ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസത്തിൻ്റെതായ തലത്തിൽ നിന്നുകൊണ്ട് നമ്മളൊരു വിശ്വാസിയാണെന്നും ആ ഈശ്വരനുണ്ട് എന്നും ആ ഈശ്വരൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അത് നമ്മളുടെ അനുഭവങ്ങളാണെന്നും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു തലമുണ്ട്. ഈശ്വരൻ എന്താണ്, ഇങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കുവാനുള്ള നമ്മളുടെ ഓരോരുത്തരുടെയും വാക്കുകൾ നമ്മൾ ചിന്തിച്ചാൽ പലതാണ്. ഇതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം നമ്മളുടേതായ ശരികളുമാണ്. ഏത് കാര്യത്തിൽ നിന്നും നമ്മൾ എന്ത് കാര്യങ്ങൾ അറിഞ്ഞാലും മനസ്സിലാക്കിയാലുമെല്ലാം അത് നമുക്കുണ്ടാക്കുന്ന ഒരു വ്യത്യാസവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ വിശ്വാസത്തിൻ്റെതായ ഭാഗങ്ങളിലൂടെ നമ്മൾ മാറി നമ്മൾ മതപരമായിരിക്കുന്ന ഹൈന്ദവ സംസ്കാരമായിരിക്കുന്ന ഹിന്ദു സംസ്കാരത്തിലൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രധാനമായിട്ട് നമ്മുടെ അടിസ്ഥാനപരമായിരിക്കുന്ന ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് വേദങ്ങളാണ്. ആ വേദങ്ങളാകുന്ന
മന്ത്രങ്ങളെ നമ്മളുടെ അടിസ്ഥാനപരമായിരിക്കുന്ന ഗ്രന്ഥത്തിന്റെ അടിത്തറയായിട്ട് നമ്മൾ കാണുന്നതിന്റെ കാരണം അതിൽ പറഞ്ഞിരിക്കുന്ന തത്വങ്ങളാണ്. ഈ തത്വങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് പ്രധാനമായിട്ടും പരസ്പരം തമ്മിലുള്ള സ്നേഹത്തെയും ബലത്തെയും അല്ലെങ്കിൽ പരസ്പരമുള്ള വിശ്വാസത്തെയും ഉറപ്പിക്കുക എന്നുള്ളതാണ്. മറ്റെല്ലാ ഗ്രന്ഥങ്ങളിലും അങ്ങനെ തന്നെയാണ്. മറ്റേത് മതഗ്രന്ഥത്തിൽ ചിന്തിച്ചാലും ശരി, പറഞ്ഞു തരുന്നതെല്ലാം പരസ്പരം സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും സഹകരണത്തോടുകൂടിയും നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ആ വിശ്വാസങ്ങളിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചപ്പോഴാണ് നമ്മളുടെ ഇടയിൽ തന്നെ തർക്കങ്ങളും ബഹളങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായതെന്ന് നമ്മൾ അല്പം ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും. അപ്പോൾ വേദങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തന്നത് നമ്മളുടെ പ്രപഞ്ചത്തിലുള്ള പ്രകൃതിയിലുള്ള ഈശ്വരനെ കാണുവാനും അറിയുവാനും അവയെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ഒരു പരിചരണത്തിലൂടെ, ആ ഒരു പരിചയത്തിലൂടെ പരസ്പരം നമ്മൾ സ്നേഹിക്കുവാനും വിശ്വസിക്കുവാനും ഒക്കെ നമ്മളെ പഠിപ്പിച്ചു. പക്ഷേ വലിയ അർത്ഥതലങ്ങളിലൂടെയാണ് അത് പറഞ്ഞു തന്നപ്പോൾ സാധാരണക്കാരിൽ സാധാരണക്കാരായിരിക്കുന്ന നമ്മൾക്ക് നമ്മളുടെ പല സമയക്കുറവുകൾ കൊണ്ട് കാരണം ഇതിന്റേതായ അർത്ഥവ്യാപ്തിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ. അപ്പൊ അങ്ങനെ അർത്ഥവ്യാപ്തിയിലൂടെ മനസ്സിലാക്കാൻ പറ്റാതെ വരുന്ന പരിമിതികളെ കണ്ടുകൊണ്ട് ഋഷീശ്വരന്മാരായിരിക്കുന്ന പുരാതന സംസ്കാരത്തിന്റെ, നമ്മളുടെ സംസ്കാരത്തിന്റെ ബലമുള്ളവരായിരിക്കുന്ന ഋഷിവര്യന്മാർ നമുക്ക് പുതിയ കഥകൾ നമുക്ക് പറഞ്ഞു തരുവാൻ തുടങ്ങി. ഒരുപാട് കഥകൾ നമുക്ക് പറഞ്ഞു തന്നു നോക്കി. ഓരോ കഥകളും പറഞ്ഞു തരുമ്പോഴും അതിനകത്തിൽ ആനന്ദത്തെ നമുക്ക് നൽകിക്കൊണ്ട് നമുക്ക് കഥകൾ പറഞ്ഞു തന്നു. ഒരു വലിയ ആനന്ദം നമുക്ക് മനസ്സിലുണ്ടാകുന്ന വിധത്തിൽ ശ്രീമദ് ഭാഗവതത്തിലൂടെ ഭഗവാൻ കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വലിയ തത്വത്തെ, സങ്കല്പത്തെ നമുക്ക് പറഞ്ഞു തന്നു. അപ്പോഴും നമുക്ക് കൂടുതൽ കൂടുതൽ ആ ഈശ്വരനെ അറിയുവാനും അല്ലെങ്കിൽ പരസ്പരമുള്ള സ്നേഹത്തെയും വിധി നിഷേധങ്ങളെയും നമുക്ക് അതിലൂടെ അറിയുവാൻ നമുക്ക് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും കുറെ കൂടി വലിയ തലങ്ങളിലേക്ക് നമുക്ക് മാറണം, അറിയണമെന്ന് വന്നപ്പോൾ പുതിയ പുതിയ തലങ്ങളെയും ഈശ്വരീയമായിരിക്കുന്ന സങ്കല്പങ്ങളെയും നമുക്ക് പരിചയപ്പെടുത്തി തന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ശ്രീമദ് ശിവപുരാണം എന്നുള്ളത്. ഏകദേശം 12ഓളം സംഹിതകളിലായിട്ട് അല്ലെങ്കിൽ ഖണ്ഡങ്ങളായിട്ടാണ് യഥാർത്ഥമായിരിക്കുന്ന ശ്രീമദ് ശിവപുരാണം നമുക്ക് നൽകിയത്. ആ 12 ഖണ്ഡങ്ങളിലൂടെ നമുക്ക് നൽകിയപ്പോൾ ഏകദേശം 1,00,000-ഓളം ശ്ലോകങ്ങളിലൂടെയാണ് ശിവപുരാണം നമുക്ക് നൽകിയത്. പക്ഷെ ഈ 1,00,000-ഓളം ശ്ലോകങ്ങൾ 12 ഖണ്ഡങ്ങളിലായി അല്ലെങ്കിൽ 12 സംഹിതകളിലായിട്ട് നമുക്ക് തന്നപ്പോ അതിനെ വലിയ അർത്ഥവ്യാപ്തിയാണ്. ആ വലിയ തലങ്ങളിലേക്ക് നമുക്ക് പോകുവാനായിട്ട് സാധിക്കാതെ വന്നപ്പോൾ വീണ്ടും അതിനെ ഒന്നുകൂടി കാച്ചി കുറുക്കിയെടുത്തപ്പോ അത് 7 സംഹിതകളായിട്ടും 24,000 ശ്ലോകങ്ങളായിട്ടും അതിനെ മാറ്റിയത്. ആദ്യം 12 സംഹിതകളിലായിട്ട് നമുക്ക് തന്നു. ഈ യജ്ഞത്തിന് വരുന്നവര് ഒരു ബുക്കും പേനയും കൂടെ ഒക്കെ കൊണ്ടുവന്നാല് നിങ്ങൾക്കൊക്കെ ഇതൊന്ന് അത്യാവശ്യം ഒന്ന് എഴുതിയെടുക്കുകയൊക്കെ ചെയ്യാം. അങ്ങനൊരു പതിവുണ്ടോ? അങ്ങനൊരു പതിവ് വേണം നമുക്ക്. അങ്ങനെ ഒരു പതിവ് വേണമെന്ന് പറയാൻ കാര്യം, നമ്മളിപ്പോ ഇന്നത്തെ ദിവസം ശിവപുരാണം കേട്ടു, വീട്ടിൽ ചെന്നു, നമ്മളോട് ചോദിക്കുന്നു എന്താണ് നിങ്ങൾ ഇന്ന് പോയിട്ട് എന്തുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോ നമ്മൾ പറയുന്നു ഇന്ന് ഉച്ചക്ക് നല്ല ഊണായിരുന്നു. ഊണിന്റെ കാര്യങ്ങളെ നമുക്ക് പറയുവാൻ നമുക്ക് ഓർമ്മയുള്ളൂ. അപ്പോ അങ്ങനെ ആ ഊണിന്റെ കഥ മാത്രം പറയാൻ ഇല്ലാതെ നമുക്ക് പറയുവാൻ എന്തെങ്കിലും കാര്യങ്ങളൂടെ നമുക്ക് വേണം. നിങ്ങൾക്ക് അതിന് വേണമെങ്കിൽ ഒരു ചെറിയ ബുക്കും പേനയും നിങ്ങളുടെ കൈ കരുതാം. എന്തുവായാലും വലിയൊരു LCD TV പോലൊരു മൊബൈൽ നമ്മൾ കൊണ്ടു നടക്കുന്നവരാണ്. നമ്മുടെ ബാഗിനകത്തും പറ്റത്തില്ല. എങ്കിലും നമ്മൾ കയ്യിൽ പിടിച്ചുകൊണ്ട് മറക്കാതെ കൊണ്ടു നടക്കുന്ന ഒന്നാണ് നമ്മുടെ മൊബൈൽ. ആ ബാഗിനകത്തിൽ ഒരു കൊച്ചു ബുക്കും ഒരു പേനയും കൂടെ ഉണ്ടാകുമ്പോൾ ശിവപുരാണം കഴിഞ്ഞു കഴിയുമ്പോൾ 12 ഖണ്ഡങ്ങളിലായിട്ട് നമുക്ക് തന്ന 12 സംഹിതകളിലായിട്ട് നമുക്ക് തന്ന 7 സംഹിതകളിലായിട്ട് നമുക്ക് 24,000 ശ്ലോകങ്ങൾ ശിവപുരാണം കഴിഞ്ഞ് കഴിയുമ്പോൾ
നമ്മളോട് ചോദിക്കുന്ന എന്തൊക്കെ ശിവപുരാണത്തെ പറ്റി മനസ്സിലായി എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് തിരികെ പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് കാര്യങ്ങളുണ്ടാകും. നമ്മൾ വിചാരിക്കുമ്പോൾ അതിന്റെ ഒന്നും ആവശ്യമില്ലെന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആലോചിക്കണം, ജീവിതത്തിൽ ഈശ്വരൻ തന്നിരിക്കുന്നത് 100 ദിവസങ്ങളാണ്. ശ്രദ്ധിച്ചോണം, നമുക്ക് 100 ദിവസങ്ങളാണ് ഈശ്വരൻ തന്നിരിക്കുന്നത്. ഈ 100 ദിവസങ്ങളിൽ 50 ദിവസം നമ്മൾ ഉറങ്ങുന്നവരാണ്, ഇല്ലേ? ഇപ്പോഴും ഇവിടെ ഇരുന്ന് ഉറങ്ങുന്ന ഒരു അമ്മയുണ്ട്. ആരാന്ന് ഞാൻ പറയുന്നില്ല. അമ്മ ഇപ്പോഴും സുഖമായിട്ടിരുന്ന് ഉറങ്ങുക, അറിയുന്നില്ല. അപ്പൊ 50 ദിവസത്തിൽ ഒരു ദിവസം കൂടാണ്, ഇത് 51ാമത്തെ ദിവസത്തെ ഉറക്കവും കൂടാണ്. അപ്പൊ 100 കൂടി എന്നുള്ളതാണ്. അപ്പൊ 50 ദിവസം നമ്മൾ ഉറങ്ങി. ബാക്കി എത്ര ഉണ്ട് ബാക്കി? 100ൽ 50 പോയ തത്തമുന്നയിൽ എത്രയാണ്? ഞങ്ങളുടെ കൊരമ്പാലയൊക്കെ 50 ഉള്ളൂ. തത്തമുന്നെ കൂടുതലുണ്ടോ? ഇല്ല. എത്ര ഉണ്ട് ബാക്കി? 50 ഉണ്ട്. ഞാനിവിടെ നിന്ന് ഒരാൾ പ്രഭാഷണം പറയും, നിങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്നു, ഊണാവുമ്പോ പോകാമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. പറഞ്ഞു കഴിഞ്ഞിട്ടേ വിടത്തുള്ളൂ. 1 മണിക്ക് ഉണ്ണാൻ നിങ്ങളെ വിടാമെന്ന് ഒരു എഗ്രിമെന്റും ഞങ്ങൾ വെച്ചിട്ടില്ല. അതുകൊണ്ട് 1 മണിക്ക് തന്നെ നിർത്തുമെന്നും വിചാരിക്കരുത്. നിർത്താതെ അവിടെ വിളമ്പത്തുമില്ല. ആദ്യം നമുക്ക് ഇവിടെ ഭക്ഷണം വിളമ്പും. ഭഗവാന്റെ മുമ്പിൽ ഭക്ഷണം വിളമ്പി നമ്മളെല്ലാവരും കൂടി നാമം ജപിച്ച് കഴിഞ്ഞിട്ടേ അവിടെ അന്നദാനം തുടങ്ങത്തുള്ളൂ. നമുക്ക് അന്നദാനമല്ലുള്ളത്, അന്നപ്രസാദമാണ്. ഇവിടെ ഭഗവാൻ കഴിച്ചതിന്റെ ബാക്കിയാണ് നമ്മൾ അവിടെ കഴിക്കുക. ഭഗവാന് കൊടുക്കുമ്പോൾ നിവേദ്യവും തിരികെ കിട്ടുമ്പോൾ എന്താണ്? പ്രസാദവുമാണ്. നമുക്ക് ആ അന്നപ്രസാദമാണ് നമുക്ക് കഴിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഭക്ഷണം വിളമ്പി കഴിഞ്ഞ് നമ്മൾ എല്ലാവരും കൂടി ദാരിദ്ര്യ ദഹന സ്തോത്രം ജപിച്ച് കഴിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടേ ഈ ഭക്ഷണം ഇവിടുന്ന് എടുത്തു കൊണ്ടുപോയി പൂജിച്ച പ്രസാദം കൊണ്ടുവന്ന് അവിടെ ആ ഊട്ടുവരയിലേക്ക്, ആ അവിടുത്തെ പ്രസാദത്തിലേക്ക് സമർപ്പിച്ചു കഴിഞ്ഞിട്ടേ നമുക്ക് അന്നപ്രസാദമായിട്ട് അവിടെ വിളമ്പത്തുള്ളൂ. അത് വിളമ്പുന്നവരുടെയും ഭരണസമിതി അംഗങ്ങളുടെയും ശ്രദ്ധയ്ക്ക് കൂടിയിട്ടാണ് അത് പറഞ്ഞത്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് 100 ദിവസത്തിൽ 50 ദിവസം നമ്മൾ ഉറങ്ങുന്നവരാണ്. ബാക്കി എത്ര ഉണ്ട്? 50 ദിവസം. ബാക്കിയുള്ള 50 ദിവസത്തിൽ 25 ദിവസം നമ്മൾ ജോലി ചെയ്യുന്നവരാണ്. ജോലി ചെയ്യുക എന്ന് പറയുന്നത് കൂടുതലും ശമ്പളത്തിനൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ ബാക്കി എത്ര ഉണ്ട്? 25 ദിവസം. അതിൽ 10 ദിവസം, 25ൽ 10 ദിവസം നമ്മൾ വെറുതെ ഇരിക്കുന്നവരാണ്. ശരിയാണോ? വെറുതെ ഇരുന്ന് രാവിലെയൊക്കെ എഴുന്നേറ്റ് നമ്മൾ കുറച്ചു നേരം വെറുതെ ഇരിക്കാറുണ്ട്. അല്പം സമയം കിട്ടിയിട്ട് ഞാൻ ഒരു കുറച്ചു നേരം ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞു പോയി ഇരുന്ന് കുറെ നേരം നമ്മൾ സമയം കളയുന്നവരാണ്. പിന്നെ ബാക്കി എത്ര ഉണ്ട്? ഇനിയും എത്ര ഉണ്ട്? 15 ദിവസം. ഈ 15 ദിവസമേ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യുവാനായിട്ടുള്ളൂ. 100 ദിവസം ഈശ്വരൻ തന്നിട്ടുണ്ടെന്ന് ആലോചിക്കണം. 100 ദിവസത്തിൽ വെറും 15 ദിവസങ്ങളാണ് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് നല്ലതെന്തെങ്കിലും ചെയ്യുവാനായിട്ട് കിട്ടുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കണം. നമ്മൾ എന്തെങ്കിലും നല്ലത് ചെയ്തിട്ടുണ്ടോ? നമുക്ക് നല്ലത് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതല്ല, നമ്മൾ ചെയ്തത് മറ്റുള്ളവർക്ക് ഗുണകരമായി വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. ആർക്കെങ്കിലും ഗുണകരമായി വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. ഭക്ഷണം പോലും നമ്മൾ അല്പം നമുക്ക് വേണ്ടി മാത്രം ഇടുന്നവരാണ്, അല്ലേ? നമ്മൾ ഒരല്പം പോലും ചോറ് കൂടുതൽ നമ്മൾ ഇടത്തില്ല. ഇടുന്നതെല്ലാം നമുക്ക് വേണ്ടിയിട്ട് മാത്രം ഇടുന്നവരാണ്. എന്ത് കാര്യങ്ങൾ ചെയ്താലും അത് നമുക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട്, നമുക്ക് നമ്മളുടേതെന്ന് പറയുന്നതിനല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നവരല്ല. പക്ഷെ നമ്മൾ നമ്മുടെ വൃക്ഷങ്ങളെയോ പക്ഷി മൃഗാദികളെയോ ഒക്കെ ചിന്തിച്ചു നോക്കണം. അവരാരും അവർക്ക് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്. അവർ മറ്റുള്ളവർക്ക് ഗുണകരമാകുന്ന വിധത്തിലാണ് അവരുടെ പ്രവൃത്തികളെല്ലാം ജീവിതത്തിൽ പോകുന്നത്. കാരണം നിഷ്കാമികളായിരിക്കുന്നവരാണ് അവർ ഓരോരുത്തരും. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ആഗ്രഹങ്ങളില്ല, അവർക്ക് വലിയ സങ്കല്പങ്ങളില്ല. സ്വസ്ഥതയാകുന്ന വിധത്തിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. നമ്മളാണെങ്കിൽ അങ്ങനെയാണോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് കാര്യങ്ങൾ കരുതുന്നവരാണ്. അത് നമ്മളുടേതായ സ്വാർത്ഥതയെന്നോ എന്ത് വേണമെങ്കിലും അതിനെ ഏത് പേരിട്ട് വേണമെങ്കിലും വിളിക്കാം. പക്ഷേ നമുക്ക് നമ്മളല്ലാതെ മറ്റാരുമില്ല എന്നുള്ളതാണ്.
ശരിയല്ലേ? നമുക്ക് നമ്മളല്ലാതെ മറ്റാരെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരായി? നമ്മൾ മണ്ടരാവും. കാരണം എന്താണ്? നമ്മൾ മറ്റൊരാൾക്ക് ചെയ്യാത്തിടത്തോളം നമുക്കാരെങ്കിലും ചെയ്യുമോ? ഇല്ല. അപ്പൊ നമ്മൾ ആർക്കെങ്കിലും വേണ്ടിയിട്ട് നല്ലതെന്തെങ്കിലും ചെയ്യുമ്പോഴാണ് നമുക്ക് ചെയ്യുവാൻ 100 പേര് വരുന്നത്. എന്ത് നമ്മൾ പുറത്തേക്ക് നല്ലത് ചെയ്തോ അതിന്റെ 100 ഇരട്ടി നമുക്ക് ഗുണകരമായി കിട്ടും. നമ്മൾ ദോഷമായിട്ടാണോ നമ്മൾ ചെയ്യുന്നത്, അതിന്റെ 100 ഇരട്ടി ദോഷമായി നമുക്ക് കിട്ടും. അതിന് ഞാൻ എന്ത് ചെയ്യണം, എന്നെ എങ്ങനെയൊക്കെ മാറ്റിയെടുക്കണം എന്ന് ചോദിക്കുമ്പോൾ ഉപനിഷത്തിൽ പറയുന്നൊരു വലിയ സങ്കല്പമുണ്ട്. ഗുരുവിനോട് ശിഷ്യൻ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യണം, എന്നിലെ ദോഷങ്ങളെ മാറ്റാൻ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഇങ്ങനെയൊക്കെയാണ്, പക്ഷെ ഞാൻ എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയുന്നില്ല. എന്റെ ശരികളാണ് എന്റെ പ്രവൃത്തികൾ, അതാണ് എന്റെ ധർമ്മമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ യഥാർത്ഥമായിരിക്കുന്ന ശരികൾ അതാണോ എന്നും യഥാർത്ഥമായിരിക്കുന്ന ഗുണങ്ങൾ അതാണോ എന്നും നമ്മൾ അറിയണം. ഞാൻ പരീക്ഷയ്ക്ക് നന്നായി പഠിച്ചു, സ്കൂളിൽ ചെന്നു, പരീക്ഷ എഴുതി, നന്നായിട്ട് ഞാൻ എഴുതിയാൽ പോലും ഞാൻ ജയിക്കണമെങ്കിൽ ആ പരീക്ഷ എഴുതുന്നതിനൊരു നിയമമുണ്ട്. ഏത് വിഷയമായിക്കോട്ടെ, മലയാളം ഏതെങ്കിലും ഒരു ഇംഗ്ലീഷിന്റെ പേപ്പർ ആയിക്കോട്ടെ, നമ്മൾ അവിടെ ചെന്ന് എഴുതുമ്പോൾ പരീക്ഷയ്ക്ക് മുമ്പ് നമ്മൾ ആരാണെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു രജിസ്റ്റർ നമ്പർ നമ്മൾ അവിടെ എഴുതണം. വേണ്ടേ? രജിസ്റ്റർ നമ്പർ എഴുതണം. എഴുതി കഴിഞ്ഞിട്ട് ഈ കാണിച്ചിരിക്കുന്ന 30 ചോദ്യങ്ങൾക്കും ആൻസർ എഴുതിയാൽ ഞാൻ പൂർണ്ണമായും വിജയിച്ചു. പക്ഷേ ഈ 30 ചോദ്യങ്ങൾക്കും എഴുതുവാനുള്ള സമയം ഈശ്വരൻ എനിക്ക് തന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അറിയാമോ? നമുക്ക് ആർക്കെങ്കിലും അറിയാമോ? ഇല്ല. പക്ഷേ ഇതിൽ ഒക്കുന്നതും ചോദ്യങ്ങൾക്കുള്ള ആൻസറുകൾ കൃത്യമായിട്ട് എഴുതിയാൽ എനിക്ക് കൂടുതൽ മാർക്കുകൾ കിട്ടും. അപ്പോൾ കിട്ടിയ സമയം 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറാണ് എനിക്ക് സമയം തന്നിരിക്കുന്നത് എങ്കിൽ ആ അത്രയും സമയം നമ്മൾ കൃത്യമായിട്ടാണ് എഴുതുന്നത് എങ്കിൽ നമുക്ക് നല്ല മാർക്ക് കിട്ടും. ജീവിതത്തിൽ ജയിക്കുകയല്ല നമുക്ക് വേണ്ടത്, ജീവിതത്തിൽ നമുക്ക് വിജയിക്കുകയാണ് നമുക്ക് വേണ്ടത്. അതിന് ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ മറുപടികൾ നമ്മൾ കൃത്യമായിട്ട് എഴുതണം. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ 1 എന്ന് നമ്പറിട്ട് കൃത്യമായിട്ടല്ല എഴുതുന്നതെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടുമോ? ഇല്ല. ഈ 30 ചോദ്യങ്ങളുടെയും മറുപടികൾ നമുക്കറിയാം, ഉത്തരങ്ങൾ നമുക്കറിയാം. ഈ 30 ചോദ്യങ്ങളുടെയും മറുപടികൾ നമ്മൾ ഒന്നൊന്നു പോലും എഴുതാതെ ഒന്നിച്ചങ്ങ് എഴുതി നമ്മൾ ജയിക്കുമോ? അതെന്താ ജയിക്കാത്ത? എന്താ? നമ്മൾ എഴുതിയത് ശരിയല്ലയോ? എഴുതിയത് ശരിയോ തെറ്റോ? എഴുതിയത് ശരിയോ തെറ്റോ? 30 ചോദ്യങ്ങൾ തന്നു നമുക്ക്. 30 ചോദ്യങ്ങൾക്കുള്ള മറുപടിയും അതിനുള്ള ഉത്തരം നമുക്കറിയാം. ആ 30 ചോദ്യത്തിന്റെയും ആൻസർ ഞാൻ മുഴുവൻ അതിനകത്തിൽ എഴുതി. ഞാൻ ജയിക്കുമോ? ജയിക്കുമോ? ഇല്ല. എന്തുകൊണ്ട് ജയിക്കത്തില്ല? നമ്പർ എഴുതണം, ഇല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യേണ്ടവർ ചെയ്യണം. മനസ്സിലായോ? അത് നമുക്ക് സാധിക്കാത്തിടത്താണ് നമ്മൾ പലപ്പോഴും പരാജയപ്പെടുന്നത്. അപ്പൊ നമ്മൾ ചോദിക്കും, എന്താണ് ഈശ്വര, എല്ലാവർക്കും ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചവരാണ്, ഒരുപോലെ കാര്യങ്ങൾ ചെയ്തവരാണ്, പക്ഷേ അപ്പുറത്തുള്ളവൻ ജയിച്ചു, ഇപ്പുറത്തുള്ള ഞാൻ മാത്രം തോറ്റു. എന്തുകൊണ്ടാണ്? ഞങ്ങളെല്ലാം ഒന്നിച്ച് പരീക്ഷ എഴുതിയവരല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഈശ്വരൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് 2 പേർക്ക് ഞാൻ പരീക്ഷ ഇട്ടു, നിങ്ങൾ 2 പേരും എഴുതി, പക്ഷെ നീ ചെയ്തത് അപ്പുറത്തിരിക്കുന്നവന്റെ പേപ്പറിൽ നോക്കി അതുപോലെ ഉത്തരം എഴുതി. പക്ഷെ നീ ആദ്യം ഒന്ന് ആലോചിക്കണമായിരുന്നു, നിനക്ക് തന്നിരിക്കുന്ന ചോദ്യം തന്നെയായിരുന്നോ അവന് കൊടുത്തിരുന്നത് എന്ന് നീ ഒന്ന് ആലോചിച്ച് അത് നീ യുക്തിപൂർവ്വം അത് നോക്കിയിരുന്നുവെങ്കിൽ നിനക്ക് മനസ്സിലാകുമായിരുന്നു നിന്റെ ചോദ്യ പേപ്പർ അല്ല അവന്റെ ചോദ്യ പേപ്പർ. ലേണേഴ്സിന്റെ ടെസ്റ്റിനൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടേ അറിയാം, അടുത്തിരിക്കുന്നവന്റെ നോക്കി എഴുതിയാൽ ഉറപ്പാ നമ്മൾ തോറ്റിരിക്കും.
അപ്പോൾ അങ്ങനെ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യങ്ങളല്ല നമ്മുടെ അടുത്തിരിക്കുന്നവന് കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾ. അപ്പോൾ നമുക്ക് പലർക്കും കൊടുത്തിരിക്കുന്ന പല വിധത്തിലുള്ള ചോദ്യങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പുറത്തിരുന്നവൻ എഴുതിയ ആൻസറുകൾ ഞാൻ എഴുതിയാൽ ഞാൻ വിജയിക്കുമെന്നുള്ള എന്റെ ബോധമല്ല, എന്റെ മിഥ്യാബോധമാണ് എന്നെ കൊണ്ടു നടന്നത്. കാരണം എന്റെ ഉള്ളിൽ രണ്ടവസ്ഥകളുണ്ട്. ഒന്ന് ദൈവികമായ അവസ്ഥയും, രണ്ട് ആസുരികമായിരിക്കുന്ന അവസ്ഥയും. അപ്പോൾ എന്നിലെ ദൈവികമായിരിക്കുന്ന അവസ്ഥകളാണ് എന്നിൽ ബലമായി നിൽക്കുന്നത് എങ്കിൽ എനിക്ക് മനസ്സിലാകും ആ ചോദ്യങ്ങൾക്കുള്ള ആൻസർ അല്ല ഞാൻ നോക്കേണ്ടത്, എന്റെ ചോദ്യങ്ങൾക്കുള്ള ആൻസറുകളാണ് ഞാൻ എഴുതേണ്ടത്. അപ്പോൾ എനിക്ക് ആസുരികമായ സ്വഭാവമാണ് എന്നിൽ കൂടി നിൽക്കുന്നത് എങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അടുത്തിരിക്കുന്നവനെ നോക്കി ചെയ്യും. ശ്രദ്ധിച്ചിട്ടുണ്ടേ അറിയാം, നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഒരു അമ്പലത്തിൽ നമ്മൾ കയറിയെന്നിരിക്കട്ടെ. ഒരമ്പലത്തിൽ കയറി പോകുന്ന ആള് പോകുന്ന വഴിക്ക് ആ ഭിത്തിയില് ഏതെങ്കിലും ഒരു ഭിത്തിയിൽ നോക്കി ഒന്ന് തൊട്ടു തൊഴുതാൽ പിന്നെ നമ്മൾ ആ വരുന്നവര് മുഴുവൻ അവിടെ തൊഴുവോ ഇല്ലയോ? അവിടെ എന്തുവാ അതറിയത്തില്ല, തൊട്ടു തൊഴുതു, ഞാനും തൊട്ടു തൊഴുതു. എന്താണ്, എന്തിനാണ്, എങ്ങനെയാണ് എന്ന് നമുക്ക് ഒന്ന് ആലോചിക്കാൻ പോലുമുള്ള സമയത്തെ കളയുവാൻ നമുക്ക് സാധിക്കത്തില്ല. ശരിയാണോ? എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നേ? നമ്മളത് അറിയുന്നില്ല, അറിയാൻ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അത് ചെയ്യേണ്ടതാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. അത് ചെയ്യുവാനുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷേ ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ടാകണം. ഈ ബോധം മൃഗങ്ങളിൽ നിന്നും മനുഷ്യരായിരിക്കുന്ന നമുക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളത്. പക്ഷെ നമ്മൾ ഇതാരും ഉപയോഗിക്കുന്നില്ല. അപ്പൊ നമുക്കിത് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് എല്ലാത്തിനെയും വേർതിരിച്ചറിയുവാനുള്ള ബോധമുണ്ടാകണം. വേർതിരിച്ചറിയുവാനുള്ള ബോധമുണ്ടാകണമെങ്കിൽ നമ്മൾ അറിവുണ്ടാകുന്ന ഗുണങ്ങളെയും ശീലങ്ങളെയും നമ്മൾ കൊണ്ടുവരണം. ആ ഗുണങ്ങളെയും ശീലങ്ങളെയും നമുക്ക് കൊണ്ടുവരുവാനുള്ള നല്ല ഒരു സ്ഥാനവും സ്ഥലവുമാണ് നമ്മളുടെ ദേവാലയങ്ങൾ. ആ ദേവാലയങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ക്ഷേത്രങ്ങളാണ്. ആരാധനാലയങ്ങളും ക്ഷേത്രങ്ങളും ദേവാലയങ്ങളും ഇവയെല്ലാം വ്യത്യസ്തമാണ്. ഇവയെല്ലാം വ്യത്യസ്തമായ തലങ്ങളിലാണ് നമുക്ക് നിൽക്കുന്നത്. ഇതിനെയെല്ലാം നമ്മൾ ഇതിനോടെല്ലാം നമ്മൾ ചേരുമ്പോൾ, ഇതിലേക്കെല്ലാം നമ്മൾ ചെല്ലുമ്പോൾ അതിൽ നിന്നും നമുക്ക് ബോധമുണ്ടാകണം അതെന്താണ് എന്നുള്ളത്. ഒരു ആരാധനാലയമാണെങ്കിൽ അത് ആരാധനയ്ക്ക് മാത്രമാണ് ആ സ്ഥലമുള്ളത്. ദേവാലയമാകുമ്പോൾ ദേവന്റെ ആലയം മാത്രമാണ് അതുള്ളത്. ആരാധനാലയവും ദേവാലയവും എങ്ങനെ ക്ഷേത്രങ്ങളാകും? എന്താണ് ക്ഷേത്രം എന്ന വാക്കിന്റെ അർത്ഥം? എന്താണ്? പറയാമോ? എനിക്കറിയാം, നിങ്ങൾക്കറിയാം, നിങ്ങൾ പറയാതിരിക്കുക. പറയണം. ക്ഷേത്രം എന്ന വാക്കിന്റെ അർത്ഥം, നമ്മുടെ കുഞ്ഞ് നമ്മളോട് ചോദിക്കുക, എവിടെ പോയതാ? ക്ഷേത്രത്തിൽ പോയതാ. എന്തുവാ ക്ഷേത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ? എന്താ ക്ഷേത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ? നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു മറുപടി പറ. അത് ദേവാലയം, ദേവന്റെ ആലയം, ദേവാലയം. ക്ഷേത്രം എന്താണ്? എന്തോ ഉറക്കെ പറഞ്ഞോമേ. ശരീരം എന്നൊരർത്ഥം ക്ഷേത്രത്തിനുണ്ട്. എന്തോ വിശേഷാൽ ഗ്രഹിക്കുന്നത് വിഗ്രഹമാണ്. വിശേഷാൽ സ്ഥിതി ചെയ്യുന്നതും അല്ല. എന്തോ ക്ഷയിക്കാത്തത് അല്ല.
സാധാരണ സ്കൂളിൽ ചോദ്യം ചോദിച്ചിട്ട് ആൻസർ പറഞ്ഞില്ല എന്തോ ചെയ്യാറുള്ളത്? എന്തോ എംപോസിഷൻ. എന്റെ അമ്മയെക്കാട്ടിലും പ്രായമുള്ളവരാണ്. നിങ്ങളെ ഒന്ന് എഴുന്നേൽപ്പിച്ച് നിർത്തുന്നത് ശരിയല്ല. പക്ഷെ എംപോസിഷൻ തരാവരില്ലയോ? ഒന്ന് ചിന്തിച്ചു നോക്കണം. ഒരു 10 തവണയെങ്കിലും നിങ്ങൾ എംപോസിഷൻ ചെയ്താലും മതി. സുല്ലിട്ടെങ്കിൽ പറയാം. ക്ഷതാത് ത്രായതേ ഇതി ക്ഷേത്ര. കേട്ടിട്ടുണ്ടോ? നാശത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നത് എന്താണോ അത് ക്ഷേത്രങ്ങളാണ്. നാശത്തിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തുന്നത് എന്തോ അത് ക്ഷേത്രങ്ങളാണ്. എന്താണ് നാശം? ഏത് വിധത്തിലാണ് നമുക്ക് നാശം? ദേവാലയം ക്ഷേത്രമാകണമെന്നില്ല, ആരാധനാലയം ക്ഷേത്രമാകണമെന്നില്ല. പക്ഷേ ക്ഷേത്രമാകാൻ പറ്റിയ ഒരു സ്ഥലമുണ്ട്. ഏതാന്ന് പറയാമോ? നമ്മുടെ വീട്. വീടുകൾ ദേവാലയങ്ങളാകണം. വീട്ടിലുള്ളവർ ദേവീദേവന്മാരായി മാറും. ആ വീട്ടിലുള്ളവർ ദേവീദേവന്മാരായിട്ട് എപ്പോഴാണോ മാറുന്നത് അപ്പോഴാണ് ആ വീട്ടിൽ അനുഗ്രഹം ഉണ്ടാകുന്നതെന്ന്. ഈ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ വീട്ടിലെ ഈശ്വരനെ കളഞ്ഞിട്ട് കസ്തൂരിമാൻ പോകുന്ന പോലെ പോകുന്നവരാണ് ആര്? നമ്മൾ. അതിനാണ് നമ്മൾ അമ്പലത്തിൽ ചെന്നിട്ട് നമ്മുടെ കയ്യിൽ പേഴ്സിലുള്ളതിൽ ഏറ്റവും ചെറിയ പൈസ എടുത്ത് തലയ്ക്ക് ഒഴിഞ്ഞ്, കൈക്ക് ഒഴിഞ്ഞ്, കാലിന് ഒഴിഞ്ഞ് നമ്മൾ നടക്കി വെക്കും. അതല്ല നമ്മളുടെ ദേവാലയ സങ്കല്പം. അതല്ല നമ്മളുടെ ആരാധനാലയം മാത്രമല്ല, ദേവാലയങ്ങളാണ്, ദേവന്റെ ആലയമാണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് നിങ്ങൾ പലരും പങ്കെടുത്തിട്ടുള്ളവർക്കറിയാം, ഒരു ദിവസം കൊണ്ട് പ്രതിഷ്ഠ നടത്തുകയല്ല. ആദരണീയനായിരിക്കുന്ന ഈ ക്ഷേത്രത്തിന്റെ തന്ത്രി പുത്തില്ലം നാരായണൻ നമ്പൂതിരി എന്ന് പറയുന്ന ആള് വെറുതെ ഒരു ദിവസം വന്ന് ഒരു വിഗ്രഹം എടുത്ത് അവിടെ പ്രതിഷ്ഠിക്കുകയല്ല. എവിടെയോ കിടന്നിരുന്ന ഒരു കല്ലെടുത്ത് ആ കല്ലിൽ ഒരു ശിവരൂപം ഉണ്ടാക്കി ആ ശിവരൂപത്തെ, ശിവലിംഗത്തെ ഇവിടെ കൊണ്ടുവന്ന് അതിന് അധികാരമുള്ളവർ കൊണ്ടുവന്ന് ഈ ക്ഷേത്രത്തിന്റെ അധികാരികൾക്ക് കൊടുത്ത് ആ അധികാരികൾ അത് മേടിച്ച് അധികാരികൾ അത് പ്രതിഷ്ഠിക്കുവാൻ വേണ്ടിയിട്ട്, ദേവചൈതന്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബിംബപരിഗ്രഹം എന്ന ക്രിയയിലൂടെ തന്ത്രി അതിനെ ഏറ്റുവാങ്ങി ഈ ശ്രീകോവിലിനെ പ്രാസാദ പരിഗ്രഹത്തിലൂടെ സ്വീകരിച്ച് പ്രാസാദ പ്രതിഷ്ഠ നടത്തി. ആ പ്രാസാദ പ്രതിഷ്ഠയ്ക്ക് ശേഷം ബിംബപ്രതിഷ്ഠാദികൾ വരെ നടത്തുന്ന ഒരുപാട് ചടങ്ങുകൾ നടത്തി ആ ദേവചൈതന്യത്തെ പുതിയതായി ഉണ്ടാക്കി ആ ചൈതന്യത്തെ അതിൽ നിക്ഷേപിച്ച് അതിനെ പരിപോഷിപ്പിച്ച് കൊണ്ടുവന്ന് അത് നിത്യവും സ്വീകരിച്ച് സ്വയം നമ്മൾ അത് ഗുണമുള്ളവരായി ഈശ്വരീയമായ തലങ്ങളിലുള്ളവരായിട്ട് സ്വയം മാറുവാനുള്ള ഊർജ പ്രസരണ കേന്ദ്രങ്ങളായിട്ട് അല്ലെങ്കിൽ സഗുണോപാസന കേന്ദ്രങ്ങളായിട്ട് നമ്മളുടെ ദേവാലയങ്ങൾ മാറുകയാണ്. ഈ മാറുന്നിടത്തു നിന്നും നമ്മുടെ വീടുകളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഈ ഊർജത്തെ നമ്മൾ സ്വീകരിച്ച് നമ്മളുടെ വീടുകളിൽ കൊണ്ടുപോയി നമുക്ക് നിക്ഷേപിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ നിക്ഷേപിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മളുടെ വീടുകൾ ക്ഷേത്രങ്ങളായി മാറും. നമുക്ക് നാശങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ അറിയണം. 3 വിധമാണ് നമ്മുടെ പ്രശ്നങ്ങൾ: വാക്കുകൾ കൊണ്ട്, ചിന്തകൾ കൊണ്ട്, പ്രവർത്തികൾ കൊണ്ട്. വാക്കുകൾ കൊണ്ടും ചിന്തകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടുമാണ് നമുക്ക് പലപ്പോഴും പരസ്പരം പരാജയങ്ങൾ ഉണ്ടാകുന്നത് ജീവിതത്തിൽ. അപ്പോൾ പലപ്പോഴും ഉണ്ടാകുന്ന പരാജയങ്ങളെ നമ്മൾ എപ്രകാരമാണോ അതിൽ നിന്നും വിജയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ജയിച്ചാൽ പോരാ നമ്മുടെ ജീവിതത്തിൽ നമ്മളിരിക്കും. നമ്മൾ ജയിച്ചത് കൊണ്ട് ഒരു കാര്യവുമില്ല. ജസ്റ്റ് പാസ് ആയതുകൊണ്ട് എന്ത് കാര്യം? ഉന്നത വിജയത്തിന് വേണ്ടിയിട്ട്, ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നമുക്ക് പോകണമെങ്കിൽ നമ്മൾ നല്ല വിജയങ്ങൾ കരസ്ഥമാക്കണം, ഇല്ലേ? അങ്ങനെയല്ലേ നമുക്ക് വേണ്ടത്? അപ്പൊ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യണം. അത് ചെയ്യണമെങ്കിൽ നമ്മൾ കൂടുതൽ പഠിക്കണം, കൂടുതൽ നമ്മൾ പ്രവർത്തിക്കണം, കൂടുതൽ നമ്മളുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരണം. അപ്പൊ അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് വീടുകളാകുന്ന ക്ഷേത്രങ്ങളെ നമുക്ക് പുനർജീവിപ്പിക്കുവാൻ അല്ലെങ്കിൽ പുനരുദ്ധാരണങ്ങൾ നടത്താൻ നമുക്ക് സാധിക്കണം.
അതിനുള്ളതാകണം നമ്മളുടെ യജ്ഞങ്ങൾ. ഒരാള് ഗുരുവിന്റെ അടുക്കൽ ചെന്ന് ചോദിക്കുന്നുണ്ട്, വാക്കുകൾ കൊണ്ടും ചിന്തകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടുമാണ് എന്നിലുള്ള പരാജയങ്ങൾ എനിക്ക് സംഭവിക്കുന്നത് എങ്കിൽ എന്നിൽ എന്താണ് പ്രശ്നമെന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കും? സാധാരണക്കാരനല്ലേ ഞാൻ? സാധാരണക്കാരനായിരിക്കുന്ന ഞാൻ എങ്ങനെ മനസ്സിലാക്കും എന്നിൽ ഒരുപാട് കുറവുകൾ ഉണ്ടായെന്ന്? അപ്പോൾ ഗുരു പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീതിസാരം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിലെ ഒരു ശ്ലോകം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിന്റെ മനസ്സിൽ അല്ലെങ്കിൽ നിന്നിൽ നിൽക്കുന്ന 7 വിധത്തിലുള്ള മനുഷ്യനുണ്ട്, 7 വിധത്തിലുള്ള ജീവനുകൾ നിന്റെ ഉള്ളിലുണ്ട്. ഈ 7 വിധത്തിലുള്ള ജീവനുകളെ നീ കൃത്യമായിട്ട് അറിഞ്ഞ് നീ ഒഴിവാക്കാൻ നീ എപ്പോൾ നിനക്ക് സാധിക്കുന്നുവോ അപ്പോഴേക്കും നീ യഥാർത്ഥമായിരിക്കുന്ന മനുഷ്യനായി നീ മാറും. ഒരു ഈശ്വരൻ മനുഷ്യനെ ഇങ്ങോട്ട് വിട്ടപ്പോൾ അതിന് ഇന്ന ഗുണങ്ങൾ ഉണ്ടായി തന്നെ അതാകണമെന്ന് പറഞ്ഞു വിടുന്നുണ്ട്. അപ്പോൾ ഈ ഇത്രയും പൂർണ്ണ ഗുണങ്ങളുള്ള, പൂർണ്ണമായിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു പരീക്ഷ എഴുതി പൂർണ്ണമായിരിക്കുന്ന 100-ൽ 100 മാർക്ക് മേടിക്കുക എന്നുള്ളതാണ് ഒരു പരീക്ഷയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലേ? പക്ഷേ നമ്മൾ മെനക്കെടാത്തത് കൊണ്ടാണ് നമുക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കുറയുന്നത്. ഈ 7 പേരെയും നീ നിന്റെ ജീവിതത്തിൽ നിന്നും നീ എപ്പോഴാണോ പൂർണ്ണമായിട്ട് മാറ്റുന്നത് അപ്പോഴേ നീ പൂർണ്ണനായ അവസ്ഥയിലേക്ക് ആകുകയുള്ളൂ. അപ്പോൾ ശിഷ്യൻ ചോദിക്കുന്നുണ്ട്, ആരാണ് ഈ 7 പേരെന്ന് ചോദിക്കും. ഈ 7 പേരെ നിങ്ങൾക്ക് ഇപ്പൊ എഴുതി വെക്കാമായിരുന്നു, ബുക്കും പേനയും ഉള്ളവർക്ക്. പ്രശ്നവാദി ഗുരുർ മൗനി കിമേക സ്തംഭമൂലകെ പ്രേക്ഷകോ ബാണഹ സപ്തയജേ സജീവാധമ. അങ്ങനൊരു നിയമമുണ്ട്. 7 വിധത്തിലുള്ള ആൾക്കാർ നമ്മുടെ ഉള്ളിലുണ്ടെന്നാണ്. ഒന്ന് പ്രശ്നവാദി. ഒന്ന് ചൊല്ലി തന്നതാ, പിന്നെ എഴുതുമ്പോ പിന്നെ അങ്ങനെ എഴുതി പോട്ടെ. ഒന്ന് പ്രശ്നവാദി. നമ്മളോട് എന്തു പറഞ്ഞാലും അല്ലെങ്കിൽ നമ്മൾ എന്തു പറഞ്ഞാലും കേൾക്കുന്ന ആൾ, ഓ അതൊന്നും ശരിയാവത്തില്ല, അതൊന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞ് നെഗറ്റീവായിട്ട് പറയുന്ന, നെഗറ്റീവ് അവസ്ഥകളോടുകൂടി നമ്മളോട് സമീപിക്കുന്ന ഒരവസ്ഥയുണ്ട്. നമുക്കില്ലേ അങ്ങനെ സ്വഭാവം? നമ്മളോട് ഇപ്പൊ പറയുകയാണ് ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഓ ഇപ്പൊ ഒന്നും വേണ്ട, പിന്നെ മതി, ഇപ്പം വേണ്ട, എന്തുമായാലും ഇപ്പം വേണ്ട, എനിക്ക് സ്വസ്ഥമായിട്ടൊക്കെ ഒന്ന് ഇരിക്കണം, അല്ലെങ്കിൽ എനിക്കിപ്പോ വയ്യ. നമ്മുടെ കുഞ്ഞുങ്ങളിപ്പോ പറയുന്നത് എനിക്ക് വയ്യാതെ. അങ്ങനെ ഒരു സ്വഭാവം ഇല്ലേ നമുക്ക്? അതാണ് പ്രശ്നവാദി. എന്തു പറഞ്ഞാലും അത് പ്രശ്നമാണെന്ന് പറയും. 2 ഗുരു എന്ന് പറയുന്ന ഒരു സ്വഭാവമുണ്ട്. എന്തു പറഞ്ഞാലും തിരിച്ചിങ്ങോട്ട് ഉപദേശിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ അങ്ങനെ ആൾക്കാര്? എന്തോ നമ്മളൊരു അഭിപ്രായം അങ്ങോട്ട് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഉപദേശിച്ച് അവസാനം നമ്മൾ പറയും ഈ കാര്യം നമ്മൾ ചെയ്യുന്നില്ല. ചാരുമുട്ടി വരെ പോകണം, ഞാൻ ചാരുമുട്ടി വരെ പോകാനായിട്ട് പോകുകയാണ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ചാരുമുട്ടിലേക്ക് പോകുന്നതിനകത്തുള്ള ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് അവസാനം നമ്മൾ പറയും, എന്താണ്, ഞാൻ ചാരുമുട്ടിൽ പോകുന്നില്ല. കേട്ട ആർക്കും സന്തോഷമായി. അല്ല, ഞാൻ ഇതൊക്കെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ, നീ ചെയ്തോ ഇല്ലയോ എന്നുള്ളതിന്റെ വിഷയമല്ല. വേണേ നിനക്ക് പോകാം. പിന്നെ നമ്മൾ പോവോ? ഇല്ല. കാരണം തുടങ്ങണമെന്ന് ആഗ്രഹിച്ചു വന്ന മനസ്സിലേക്ക് അത് വേണ്ട എന്നുള്ള ഒരു അവസ്ഥ മറ്റൊരിടത്തു നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സുകൊണ്ട് ഉഴപ്പിയാൽ പിന്നെ ആ കാര്യം പിന്നെ എത്ര വിചാരിച്ചാലും നമുക്കത് പൂർത്തീകരിക്കാൻ പറ്റില്ല. അപ്പൊ അതാണ് 2ാമത്തെ ആൾ. 1 പ്രശ്നവാദി, 2 ഗുരു, 3ാമത്തെ ആളാണ് മൗനി എന്ന് പറയും. എന്ത് പറഞ്ഞാലും മിണ്ടാതെ നിൽക്കും. നമ്മൾ എന്ത് പറഞ്ഞാലും അത് കേട്ടോണ്ട് മിണ്ടാതിരിക്കും. അങ്ങനൊരു അവസ്ഥയുണ്ട്. ഉണ്ടോ അങ്ങനെ? എന്ത് പറഞ്ഞാലും എനിക്കൊരഭിപ്രായവും ഇല്ല, എല്ലാം നിന്റെ ഇഷ്ടം. അങ്ങനെയെങ്കിൽ അങ്ങനെ വേണോ, വേണം, വേണ്ട, വേണ്ട, അങ്ങനെയെങ്കിൽ അങ്ങനെ. ഒന്നിനും തിരിച്ചൊരഭിപ്രായമില്ല. മൗനിയായി നിൽക്കുന്ന ഒരവസ്ഥ. നീ നമ്മളൊരിയും പറഞ്ഞിട്ട് അത് പ്രശ്നമായിട്ട് വലിയ വിഷയമാവണ്ട. ഞാൻ പറഞ്ഞെങ്കിലല്ല ഉള്ളൂ അത് പ്രശ്നമാകുന്നു. പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമില്ലല്ലോ. ഞാൻ മറുപടി പ്രത്യേകിച്ച് ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല, പിന്നെ എന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞുമില്ല. അങ്ങനൊരവസ്ഥ നമുക്കുണ്ട്. അപ്പൊ നമ്മളിപ്പോ എത്ര പേരെ മനസ്സിലാക്കി? ഏതൊക്കെയാണ്? പ്രശ്നവാദി, ഗുരു, മൗനി. 4ാമത്തെ ആളാണ് കിമേക എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. കിമേക എന്ന് പറയുന്ന ഒരവസ്ഥ. കിമേക എന്ന് പറയുമ്പോൾ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് വയ്യ,
നമുക്ക് ചാരിമുട്ടി വരെ പോകണമെന്ന് പറയുമ്പോൾ ഒന്ന് ചാരിമുട്ടി വരെ ഒന്ന് പോകാമെന്ന് ചോദിക്കുമ്പോൾ എന്നെ കൊണ്ട് തന്നെ വയ്യ, നിങ്ങൾ ആരെങ്കിലും കൂടെ വരാമെങ്കിൽ നമുക്ക് പോവാം. അമ്പലത്തിൽ പോകുന്നതെന്ന് ചോദിക്കാൻ പറയുക, നിങ്ങളൂടെ വരാമെങ്കിൽ ഞാനിവിടെ അമ്പലത്തിൽ വരാം, അല്ലെങ്കിൽ എന്നെ കൊണ്ട് തന്നെ അമ്പലത്തിലേക്ക് പോകാൻ വയ്യ. അങ്ങനൊരു അവസ്ഥ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും നിങ്ങളെ പ്രത്യേകം മാത്രമായിട്ട് ഞാൻ പറയുവാണെന്ന്. ഒരിക്കലും അല്ല. അതങ്ങനെ സാദൃശ്യം തോന്നുന്നുവെങ്കിൽ അത് യാദൃശികമാണ്. അപ്പോൾ എത്ര പേരെ നമ്മൾ മനസ്സിലാക്കി? പ്രശ്നവാദി, ഗുരൂർ മൗനി കിമേക, എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റത്തില്ലെന്ന് പറയുന്ന ആ അവസ്ഥ. അടുത്ത ആളാണ് സ്തംഭമൂലകി, തൂണ് പോലെ നിൽക്കും. ചിലപ്പോ നമ്മുടെ പഴയ ആൾക്കാരൊക്കെ പറയും, ഇപ്പോഴുള്ളവർ പറയത്തില്ല, പഴയ ആൾക്കാർ പറയും, എന്തോ പറഞ്ഞാലും തൂണ് പോലെ അവിടെ നിന്ന് കേൾക്കും, ഒരു വ്യത്യാസവുമില്ല. നീ എന്നാടാ നീ ഒന്ന് നന്നാവുന്നേ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് സ്തംഭമൂലകി. സ്തംഭമൂലകത്ത് എന്ത് പറഞ്ഞാലും തൂണ് പോലെ അവിടെ നിന്ന് കേൾക്കും. അടുത്ത ആറാമത്തെ ആളാണ് പ്രേക്ഷക. ഈ ലോകത്ത് ഏറ്റവും കൂടുതലുള്ളതും അതാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ അടുക്കൽ ഒരാൾ അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നു, അമ്മ അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നു എന്നോട്, ഈ ഇവിടെ ഇരിക്കുന്ന ഈ പുസ്തകം എനിക്ക് അങ്ങോട്ട് തരാമോ എന്ന് അമ്മ എന്നോട് ചോദിച്ചാൽ, ഈ പുസ്തകം ഇവിടുന്ന് ഞാൻ അങ്ങോട്ടൊന്ന് കൊടുക്കുക എന്നുള്ളത് എന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യമാണ്. ശരിയോ തെറ്റോ? ആണ്. പക്ഷെ ഞാൻ എന്ത് ചെയ്യും? ദൂരെ നിൽക്കുന്ന ഒരാളെ അവിടെ നിന്ന് വിളിച്ച് ഈ പുസ്തകം എടുത്ത് അങ്ങോട്ടൊന്ന് കൊടുത്തേക്കാൻ പറയും. നമ്മൾ ചെയ്യത്തില്ല. അതിന് പല വാക്കുകൾ നമ്മുടെ നാടൻ ഭാഷകളിലൊക്കെ പറയും. അങ്ങനെ ജയിക്കുകയാണ്, ഇങ്ങനെ ജയിക്കുകയാണ്. അവനെ കൊണ്ട് അവനൊരു കാര്യം ചെയ്യത്തില്ല. നാട്ടുകാരെ കൊണ്ട് മുഴുവൻ ചെയ്യിക്കാൻ വലിയ മിടുക്കനുമാണ്. അവനവന്റെ കാര്യമൊന്നും ചെയ്യത്തില്ല, സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യത്തില്ല, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതാണ് പ്രേക്ഷക. ഏഴാമത്തെ ആളാണ് ബാണഹ. ബാണഹ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ പറയുന്നൊരു ഭാഷയാണ്. ഒരാൾ കൊല്ലത്ത് പോയി എന്ന് പറയത്തില്ലേ? ഒരാൾ കൊല്ലത്ത് പോയ പോലാണ് എന്ന് പറയുന്ന പോലെ. അപ്പൊ ഇവിടുന്ന് കൊല്ലത്ത് പോകാൻ പറഞ്ഞു. രാവിലെ നമുക്ക് കൊല്ലത്ത് വരെ പോകണമെന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. നാളെ നീ കൊല്ലത്ത് വരെ പോകാം. രാവിലെ എഴുന്നേറ്റ് കണ്ടപ്പോൾ ആളിനെ കണ്ടില്ല. കുറെ കഴിഞ്ഞപ്പോൾ ആൾ വന്നു, ഇവിടെ പോയി. ഞാൻ കൊല്ലത്ത് വരെ പോയായിരുന്നു. എന്തിനാ പോയി? അല്ല, എന്നോട് കൊല്ലത്ത് വരെ പോകാനേ പറഞ്ഞുള്ളൂ, ഞാൻ കൊല്ലത്ത് വരെ പോയി തിരിച്ചു താണ്ട് വന്നിരിക്കും. ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള 7 പേര് നമ്മുടെ ഉള്ളിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഇനി 7 കൂടുതൽ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരിടത്ത് പറഞ്ഞപ്പോ പറഞ്ഞു ഇവിടെ 2 എണ്ണം കൂടെ കൂടുതലുണ്ട്, തിരുമേനി 2 പേരൂടെ ഉണ്ടെന്ന് പറഞ്ഞവർ പോലെ. പ്രശ്നവാദി, ഗുരൂർ മൗനി കിമേക, സ്തംഭമൂലകെ, പ്രേക്ഷകോ ബാണഹ, സപ്തൈജേ സജീവാധമ. ഇങ്ങനെയുള്ള 7 പേരെ നമ്മളുടെ ജീവിതത്തിൽ നിന്നും നമ്മൾ ഒഴിവാക്കണം. ഈ 7 പേരിൽ ആരെങ്കിലും ഒക്കെ, ചിലപ്പം ഈ 7 പേരും കാണും, ചിലപ്പോൾ ഇതിൽ 2 പേരെ കാണത്തുള്ളൂ. എപ്പോഴാണോ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ഇങ്ങനെയുള്ള അവസ്ഥകളിൽ ഉള്ളതിനെ നമ്മൾ കളയുവാൻ നമുക്ക് സാധിക്കുന്നത്, അപ്പോഴേ നമ്മൾ ജീവിതത്തിൽ വിജയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. അതിനറിയണമെങ്കിൽ, ഇതെല്ലാം മാറ്റണമെങ്കിൽ നമുക്ക് വേണ്ടത് നല്ലൊരു അരിപ്പയാണ്. അരിപ്പയാകണോ മുറവാകണോ എന്ന് ചോദിക്കുമ്പോൾ ഏതാവണം? അരിപ്പയാണോ ഇഷ്ടം, മുറവാണോ ഇഷ്ടം? അരിപ്പയാണോ മുറവാണോ ഇഷ്ടം? എന്താ മുറത്തിന്റെ ഗുണം? ഈ മുറം കൊണ്ട് പാറ്റുക എന്നൊരു സമ്പ്രദായമൊക്കെ ഉണ്ടോ? അറിയത്തില്ലയോ? അതിന്റെ പ്രത്യേകത എന്താണ്? പാറ്റുമ്പോ എന്താ നമുക്ക് കിട്ടുന്നേ? നല്ലത് എവിടെയിരിക്കും? പുറത്തിരിക്കും. വേണ്ടാത്തത് കളയും. അരിപ്പേലോ നല്ലത് മാറ്റി പോവും. എവിടെ നിൽക്കുന്നത് എന്തായിരിക്കും? ആവശ്യമില്ലാത്തതായിരിക്കും. അങ്ങനല്ലയോ? അപ്പൊ മുറമായിട്ട് മാറണോ നമ്മൾ, അരിപ്പയായിട്ട് മാറണോ എന്നുള്ളതാണ്. നല്ല മുറങ്ങളായി നമ്മൾ മാറണം. അതുകൊണ്ടാണ് പിന്നീട് മുറത്തെ എപ്പോഴും നമ്മൾ തളിച്ച് ശുദ്ധമാക്കി സൗകര്യപ്രദമായ സ്ഥലത്ത് പോലും വെച്ച്, പാലുകാച്ച് സമയത്ത് മുറത്തിനകത്താണ് സാധനം കൊണ്ടെല്ലാം കയറുന്നത് അല്ലേ? പാലുകാച്ചിന് ആദ്യം കയറുന്ന സമയത്ത് 1 ദിവസത്തേക്കുള്ള 1.5 ദിവസത്തേക്കുള്ള സാധനങ്ങൾ കൊണ്ട് ആദ്യം വീട് കയറും. പുതിയ വീട്ടിലേക്ക് വീട്ടുകാരി കയറും. അപ്പൊ അങ്ങനെയൊക്കെ വരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതിനെ നന്നായിട്ട് നമുക്ക് ഇതിനെ തിരിച്ചറിവുകളിലേക്ക് നമുക്ക് മാറ്റണം. അപ്പൊ അറിവുകളെ നമ്മൾ അറിഞ്ഞ്
അതിൽ നിന്നും മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചറിവുകളായിട്ട് വരും. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് വിധിയും നിഷേധങ്ങളും എന്ന് നമ്മളോട് പറഞ്ഞു തരും. വിധി നിഷേധങ്ങളൊക്കെ പറഞ്ഞു തരും. ആ വിധി എന്താണ്, അതിൽ ഏതൊക്കെ വേണം നമുക്ക് സ്വീകരിക്കേണ്ടത്, നിഷേധിക്കേണ്ടത് ഏതെല്ലാമാണെന്ന് പറയും. ഇത് സാധാരണക്കാരായിരിക്കുന്ന നമുക്കിത് ഉൾക്കൊള്ളാൻ വളരെ പ്രയാസമായതുകൊണ്ടും അത് വലിയ കാര്യങ്ങളായതുകൊണ്ടും നമ്മളോട് കഥകളായിട്ട് പറഞ്ഞു തന്നു. ഈ കഥകളായിട്ട് പറഞ്ഞു തന്നപ്പോ ഈ വലിയ 2 കഥകൾ നമുക്ക് പറഞ്ഞു തന്നു. ഒന്ന് വീടിനകത്തെ കാര്യം പറഞ്ഞു, ഇല്ലേ? 4 ചുവരുകൾക്കുള്ളിലാണല്ലോ നമ്മുടെ വീട്, അല്ലേ? 4 ചുവരുകൾ. ആ 4 ചുവരുകൾക്കുള്ളിലുള്ളതാണ് വീട്. ആ വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛന്, അമ്മ, മക്കൾ. ആദ്യം നമുക്ക് അത് പറഞ്ഞു തന്നു. അത് പറഞ്ഞു തന്നു കഴിഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞു ഇനിയും 2 വീടുകൾ പറഞ്ഞു തരാം. 2 വീടുകളെ പറ്റിയും പറഞ്ഞു. ഇതിനപ്പുറത്തേക്ക് ഇനിയും പറഞ്ഞു തരാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞ് നമുക്ക് 2 കാര്യങ്ങൾ തന്നു. നമ്മൾ ഈ 2 കാര്യങ്ങളെയും വിളിച്ചൊരു പേരുണ്ട്. എന്താണെന്നറിയാമോ? ഇതിഹാസങ്ങൾ എന്ന് നമ്മൾ വിളിച്ചു, ഇല്ലേ? എത്ര ഇതിഹാസങ്ങളുണ്ട് നമുക്ക്? എത്ര ഇതിഹാസങ്ങളുണ്ട്? എത്ര ഇതിഹാസമുണ്ട് നമുക്ക്? ഇങ്ങനെ എണ്ണൊന്നും കണ്ടോ? ഇത്രയേ ഉള്ളൂ, 2 ഉള്ളൂ. അതിനാ നമ്മൾ ഇവിടെ 1, 2, 3, 4. അപ്പൊ നമ്മൾ വിചാരിക്കും ഒത്തിരി എണ്ണം അറിയാവുന്ന. പക്ഷെ എത്രയേ ഉള്ളൂ? 2 ഇതിഹാസങ്ങളേ ഉള്ളൂ. ഏതൊക്കെയാണ്? രാമായണവും മഹാഭാരതമാണോ മഹാഭാഗവതമാണോ? ഭാരതമാണോ ഭാഗവതമാണോ? ഭാഗവതം. ഇതാണ് നമ്മൾ. മഹാഭാരതമാണെന്ന് തന്നെ നമ്മൾ ഉറപ്പിച്ചു പറയണം. ഒന്നുകൂടെ ചോദിച്ചാൽ നമ്മൾ തെറ്റിച്ചു. മഹാഭാരതമാണ് എന്ന് തന്നെ നമ്മൾ ചിന്തിക്കും. മഹാഭാരതം, രാമായണത്തിൽ നമുക്ക് പറഞ്ഞു തന്നത് എന്താണ്? നമ്മൾ 4 ചുവരുകൾക്കുള്ളിലെ ജീവിതമാണ് പറഞ്ഞു തന്നത്. ഇപ്പുറത്ത് പറഞ്ഞു തന്നത്, മഹാഭാരതത്തിൽ പറഞ്ഞു തന്നത് 2 വീടുകളാണ്. ഈ 2 വീടിന്റെയും കുടുംബം ഒന്നാണ്. പക്ഷേ അവര് 2 വീടുകളിലായിട്ട് താമസിച്ചപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളാണ് ഇപ്പുറത്ത് പറഞ്ഞു തന്നത്. അതുകൊണ്ടാണ് ആ 2 വീടുകളും നശിക്കപ്പെടേണ്ടി വന്നത്. അവസാനം അവശേഷിക്കുകയായിരുന്നു. നമ്മൾ 2 പേരോടുമ്പോൾ ഒരാള് തോറ്റാൽ മറ്റേയാള് ജയിച്ചു എന്നുള്ളതാണ്. 2 പേരും നന്നായിട്ട് മത്സരിച്ചെങ്കിൽ മാത്രമേ നമുക്കറിയുകയുള്ളൂ അതിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ വിജയമെന്ന്. ഒരാൾ തോറ്റുപോയെങ്കിൽ മറ്റേയാൾ വിജയിക്കുക, അത് സ്വാഭാവികം. രാമായണം നമുക്ക് പറഞ്ഞു തന്നത് നമ്മുടെ വീടിനകത്ത് ഒരച്ഛൻ എങ്ങനെയായിരിക്കണം, ഒരമ്മ എങ്ങനെയായിരിക്കണം, ഒരു മക്കൾ എങ്ങനെയായിരിക്കണം എന്ന് നമ്മളോട് പറഞ്ഞു തന്നത് രാമായണമാണ്. സഹോദരങ്ങൾ തമ്മിൽ എങ്ങനെ വേണമെന്ന് പറഞ്ഞു തന്നത് നമുക്ക് മഹാഭാരതമാണ്. സഹോദരങ്ങൾ എങ്ങനെയാകരുതെന്ന് പറഞ്ഞു തന്നത് മഹാഭാരതമാണ്. വീട്ടിൽ അച്ഛൻ എങ്ങനെയാകരുത്, അമ്മ എങ്ങനെയാകരുത്, മക്കൾ എങ്ങനെയാകരുത് എന്ന് പറഞ്ഞു തന്നതും രാമായണമാണ്. വിധി നിഷേധങ്ങളായിരുന്നു നമുക്ക് തന്നത്. ഇതൊക്കെയാണ് ഇതിന്റെ വിധിയായി പോകേണ്ടത്, ഇതൊക്കെ നിഷേധിക്കേണ്ടതാണ്. ഇത് 2 അനുഭവങ്ങളായിട്ട് നമുക്ക് തന്നു. വീണ്ടും നമ്മളോട് പറഞ്ഞു തന്നു, അതല്ല സ്വകാര്യമായി നമുക്ക് പറയണോ. സ്വകാര്യമായിട്ട് പറയണമെങ്കിൽ നമുക്ക് പറഞ്ഞു തന്നതിൽ ഒന്നാണ് ശ്രീമദ് ശിവപുരാണം. ഭാര്യ ഭർത്താവിനോട് ചോദിച്ചു. തന്റെ സമയാസമയങ്ങളിൽ തന്റെ സംശയങ്ങൾ ചോദിക്കുവാൻ സ്വാതന്ത്ര്യത്തോടുകൂടി ഒരു വിധമായിരിക്കുന്ന പരിമിതികളും ഇല്ലാതിരുന്നു കൊണ്ട് ഭഗവാന്റെ മടിയിലിരുന്നു കൊണ്ട് ഭഗവാനോട് ചോദിച്ച ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്ക് കൃത്യമായിരിക്കുന്ന ഭഗവാന്റെ മറുപടികൾ. കാരണം ഭഗവാൻ എന്നത് ഒരു ഈശ്വരൻ കൂടിയാണ്, അതിനേക്കാൾ ഉപരി ഒരു നല്ല അച്ഛനാണ്, അതിനേക്കാൾ ഉപരി ഒരു സമൂഹത്തിൽ ഒരു വലിയ നിലയും വിലയുമുള്ള ആളാണ്, അതിനേക്കാൾ ഉപരി നല്ലൊരു ഭർത്താവ് കൂടിയായിരുന്നു. ആ തലങ്ങളിൽ നിന്നുകൊണ്ട് എല്ലാ തലങ്ങളെയും കൃത്യവും വ്യക്തവുമായിട്ട് അറിഞ്ഞ് മനസ്സിലാക്കി യുക്തിപൂർവം പറയേണ്ടുന്ന വേണ്ടുന്ന മറുപടികൾ കൂടി പറഞ്ഞു തരുന്നതായിരുന്നു ശ്രീമദ് ശിവപുരാണം. അതായിരുന്നു ആദ്യം 1,00,000-ഓളം ശ്ലോകങ്ങളിലൂടെ 12 സംഹിതകളിലൂടെ നമുക്ക് പറഞ്ഞു തന്നത്. അതിന്റെ അർത്ഥവ്യാപ്തി നമുക്ക് പറ്റാതെ വന്നപ്പോഴാണ് അത് 24,000 ശ്ലോകങ്ങളിലൂടെ
7 സംഹിതകളായിട്ട് ചുരുക്കിയത്. 10 ലിറ്റർ പാല് വെച്ച് തിളപ്പിച്ച് വറ്റിച്ച് അത് 5 ലിറ്റർ ആക്കി. അതിൻ്റെതായ പവിത്രത ഉണ്ട് എങ്കിൽ പോലും അതിന്റെ വ്യാപ്തിക്ക് നമുക്ക് കുറവ് വന്നു. കാരണം സ്കന്ദപുരാണം നടത്തുന്നത് 41 ദിവസമാണ്. നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം 41 ദിവസം നമുക്കിരിക്കാൻ പാടാണ്. ഒരു ദിവസം നമുക്കിരിക്കാൻ പ്രയാസമുള്ളവരാണ്. ഒരു ദിവസം പൂർണ്ണമായും നമുക്കിരുന്ന് മനസ്സിലാക്കാൻ, ഉൾക്കൊള്ളാൻ നമുക്ക് സാധാരണക്കാർക്ക് സാധിക്കാത്തവരാണ്. കാരണം എന്താണ്? നമ്മൾ ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത് കലിബാധ എന്ന ഒരു ദുരിതമുണ്ട് നമുക്ക്. ഈ കലിബാധ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ചിന്തിച്ചാൽ അറിയാം, ഒരു നല്ല കാര്യം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ നമ്മൾ പുറകോട്ട് മാറുന്നത് ഈ കലി നമ്മളെ പുറമോട്ട് മാറ്റും. നമ്മളുടെ മനസ്സിലുണ്ട് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിലൊന്ന് പോകണം എന്ന് നമ്മളുടെ മനസ്സിലുണ്ടെങ്കിൽ പോലും നമ്മളുടെ മനസ്സ് രാവിലെ നമ്മൾ എഴുന്നേക്കുന്ന സമയത്ത് നമ്മളുടെ മനസ്സ് നമ്മളോട് പറയും, അല്ലെ ഇന്ന് പോവണ്ട, നാളെ ആവുമ്പോൾ, നാളെ തിങ്കളാഴ്ചയല്ലയോ നല്ല ദിവസമാണ്, ചൊവ്വാഴ്ചയല്ലയോ അതും നല്ല ദിവസമാണ്, ബുധനാഴ്ചയല്ലേ അതും നല്ല ദിവസമാണ്. ഈ ദിവസങ്ങൾ കഴിഞ്ഞ ആഴ്ചകളിലും വന്നപ്പോഴും നമ്മൾ പറഞ്ഞത് അടുത്ത ദിവസങ്ങളിലേക്ക് നാളെ നാളെ എന്ന് പറഞ്ഞ് മാറ്റിയവരാണ്. കാരണം എന്താണ്? ഇപ്പോൾ ചെയ്യേണ്ട നല്ല കാര്യങ്ങളെ എല്ലാം ആദ്യം പിടിച്ചു നിർത്തും കലി എന്ന ഒരു വലിയ വിപത്ത്. ഈ കലി എന്ന വലിയ വിപത്ത് നമ്മളെ പുറമോട്ട് പിടിച്ചു മാറ്റുമ്പോഴാണ് നമുക്ക് പലപ്പോഴും പലതും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ നമ്മൾ മടിയന്മാരായിട്ട് തന്നെ മാറുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം, ഒരു ദിവസം എത്ര സമയത്ത് നമ്മളെ കലികൾ ബാധിക്കുന്നുണ്ട്. നല്ലത് പറഞ്ഞു തരുമ്പോ അതിനെ ഉൾക്കൊള്ളാൻ പറ്റാതെ വരുന്നത് കലിയുടെ ബന്ധം കൊണ്ടാണ്. അപ്പോൾ കലിയുടെ ബന്ധങ്ങൾ വരുന്ന സമയത്ത് നല്ലതിനെ നല്ലതായി കാണുവാനും നന്മകൾ പറഞ്ഞു തരുമ്പോൾ നന്മകളെ ആ വിധത്തിൽ ഉൾക്കൊള്ളാനും കൂടി നമുക്ക് പറ്റാതെ വരും. ആ പറ്റാതെ വരുന്നിടത്ത് അതിന്റെ കാരണത്തെ പറ്റി ചിന്തിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ഓർത്തോണം, എന്നെ കലി ബാധിക്കപ്പെട്ടിരിക്കുന്നു. ഈ കലി ബാധിച്ചിട്ടുണ്ട് എങ്കിൽ കലിയിൽ നിന്നും മുക്തി നേടണമെങ്കിൽ ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ബോധമുണ്ടാകണം. ഈ ബോധമുണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മളോട് ഒരുപാട് മാർഗങ്ങൾ പറഞ്ഞു തന്നു. അതിന് നമ്മളോട് പറഞ്ഞു തന്ന വളരെ നിസ്സാരമായി ഒന്നാണ് നാമജപം എന്ന് പറയുന്നത്. ആ വളരെ നിസ്സാരമായിരിക്കുന്ന നാമജപത്തെ പോലും നമുക്ക് പറ്റാതെ വന്നിരിക്കുന്ന ഒരു കാലമാണ്. ഇന്ന് നമ്മളുടെ വീട്ടിലിരുന്ന് നാമം ജപിക്കുന്നുണ്ടോ? നമ്മൾ ഇല്ല. പക്ഷേ ഒരാവശ്യത്തിനാണെങ്കിലും നമ്മൾ ഇന്ന് പുറത്തിറങ്ങി നമ്മൾ നാമം ജപിക്കുന്നുണ്ടല്ലേ? പക്ഷേ ഹിരണ്യാക്ഷന്മാരുടെയും ഹിരണ്യകശിപുമാരുടെയും ബലം എന്താണ്? ഹിരണ്യാക്ഷന്റെ ഹിരണ്യകശിപുവിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം ആദ്യം വരമെല്ലാം മേടിച്ചിട്ട് രാജകീയ അധികാരം ഏറ്റുകഴിഞ്ഞപ്പോൾ അദ്ദേഹം ആദ്യം എടുത്ത തീരുമാനം എന്താണെന്ന് അറിയാം? നാരായണായ നമ എന്നെങ്കിലും ആരെങ്കിലും ജപിച്ചാൽ അവന്റെ തല വെട്ടിക്കളഞ്ഞേക്കാം. നാരായണ നാമം ജപിച്ചാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഉണ്ടോ? നാരായണ നാമം ജപിച്ചാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഉണ്ടോ ഇല്ലയോ? എന്ത് പ്രയോജനം? എന്ത് പ്രയോജനമാണ്? മുക്തി ലഭിക്കും. നാരായണായ നമ എന്ന് സദാ ജപിച്ചാൽ പാപം കെടും, പശി കെടും, വ്യസനങ്ങൾ തീരും, നാവിനുണർച്ച വരും, ഏറ്റവും അന്ത്യകാലേ ഗോവിന്ദപാദ കമലങ്ങൾ തെളിഞ്ഞു കാണായി വരും. ഇപ്പൊ നാരായണനാമം ജപിച്ചാൽ പ്രയോജനമുണ്ടോ? എന്താണ് പ്രയോജനം? ഒന്ന് എല്ലാവരും കൂടെ ചൊല്ലാം. നാരായണായ നമ എന്നു സദാ ജപിച്ചാൽ ചൊല്ലിയാട്ടെ. പാപം കെടും, പശി കെടും, വ്യസനങ്ങൾ തീരും, നാവിനുണർച്ച വരും, ഏറ്റവും അന്ത്യകാലേ ഗോവിന്ദപാദ കമലം തെളിഞ്ഞു കാണും. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണ.
അപ്പൊ നാരായണന്റെ നാമം ആരെങ്കിലും ജപിച്ചവന്റെ തല അറുത്ത് കളയാൻ പറഞ്ഞു. ആര്? ഹിരണ്യകശിപു. ഭഗവാൻ വിചാരിച്ച് കുറെ നാൾ അങ്ങനെ അങ്ങ് പറയട്ടെ. പറഞ്ഞു ഒരു ദിവസം ആര് ചെയ്യുന്നു? സ്വന്തം മകൻ തന്നെ മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞു, അച്ഛൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്നറിയാമോ? അച്ഛന്റെ ഉള്ളിലിരിപ്പുണ്ട് ആര്? നാരായണൻ. അച്ഛന്റെ ഉള്ളിലിരിക്കുന്ന നാരായണനെ കാണുന്നത് കൊണ്ടാണ് അച്ഛ അങ്ങക്ക് നാരായണനെ അങ്ങനെ കാണാൻ പറ്റുന്നത്. പക്ഷേ തിരിച്ച് കണ്ടത് എന്തുകൊണ്ടാണ്? അച്ഛൻ ജനിച്ചത് ആസുരിക സ്വഭാവത്തിൽ ഉള്ളിടത്തു നിന്നാണ്. ആസുരികമായ സ്വഭാവത്തിൽ നിന്നാണ് അങ്ങ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ആ അച്ഛന്റെ മകനായിരിക്കുന്ന പ്രഹ്ലാദൻ പറഞ്ഞു, ഞാൻ വന്നത് അമ്മയായിരിക്കുന്ന കയാധുവിന്റെ ഗർഭാവസ്ഥയിൽ ഞാൻ കിടക്കുമ്പോ നാരദ മഹർഷിയുടെ ആശ്രമത്തിൽ ഇരുന്നു കൊണ്ട് നാരദീയ ഭക്തിസൂത്രങ്ങൾ കേട്ടുകൊണ്ട് നാരായണന്റെ ഗുണങ്ങൾ കേട്ടുകൊണ്ടാണ് അച്ഛൻ ഞാൻ വന്നത്. അതുകൊണ്ടാണ് ഞാൻ നാരായണ ജപിച്ചു പോകുന്നതും അച്ഛന്റെ ഉള്ളിൽ നാരായണൻ ശത്രുവായി വന്നത് എന്തുകൊണ്ടാണ്? മോൻ അങ്ങനെ പറയാൻ പറ്റത്തില്ലേലും മോൻ ഒറ്റ വാക്കിൽ പറഞ്ഞു. നമ്മൾ പറയും എന്തിന്റെ ദോഷമാന്ന് പറയും. നമ്മൾ പറയത്തില്ലേ, ചില വീടുകളിലൊക്കെ ചിലർ വന്നു കയറി കഴിയുമ്പോ ഇതെന്തോത്തിന്റെ ദോഷമാ? എന്തിന്റെ? വളർത്തു ദോഷമാണ്. എന്തുകൊണ്ട്? നാമം ജപിക്കുന്നത്, നാരായണന്റെ നാമം ജപിക്കുന്നത് തെറ്റാന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? വളർത്തു ദോഷം കൊണ്ടാണ്. ആര് പറഞ്ഞു കൊടുക്കണമായിരുന്നു? അമ്മയും അച്ഛനും. അച്ഛനും അമ്മയല്ല, അമ്മയും അച്ഛനുമാണല്ലേ. അമ്മയുടെ കയ്യിലല്ലേ ഏറ്റവും കൂടുതൽ സമയം മക്കളിരിക്കും. നല്ലതുപോലെ പറഞ്ഞു കൊടുത്തിരുന്നുവെങ്കിൽ, നന്മകൾ പറഞ്ഞു കൊടുത്തിരുന്നുവെങ്കിൽ എന്തുണ്ടാകുമായിരുന്നു? നല്ല മക്കളായി വന്നേനെ. നല്ല മക്കൾക്ക് നല്ല മക്കളെ കാണാൻ പറ്റും. ഇല്ല ഉള്ളോ? കണ്ണുണ്ടെങ്കിലും കാൺമതിനുണ്ട് പണി. നല്ലത് കാണുമ്പോൾ നല്ലതിനെ നല്ലതായി കാണണമെങ്കിൽ നമുക്ക് ബോധമുണ്ടാകണം, അത് തിരിച്ചറിവുകൾ ഉണ്ടാകണം നമുക്ക്. അതുകൊണ്ടാണ് ഹിരണ്യകശിപു കുറെ നാളൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു. അവസാനം എന്ത് ചെയ്തു? ചുരുട്ടിക്കൂട്ടി ഉമ്മറപ്പടിയയിലോട്ട് ചെന്നിരുന്ന് മടിയിലോട്ട് വെച്ച് വലിച്ചു കീറി കുടൽമാല എഴുത്ത് കഴുത്തിലിടേണ്ടി വന്നു. ആർക്ക്? ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോന്മുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമിഹം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു ഈശ്വരനുണ്ട്. ആരാണ്? നരസിംഹമൂർത്തി. അവതരിക്കും ഈശ്വരൻ. ഇത്രയും കാലവും അവതരിച്ചിട്ടുണ്ട്, അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അവതരിച്ചേ സാധിക്കത്തുള്ളൂ. കാരണം ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം ഈശ്വരന് വലുതെന്താണ്? ഭക്തനാണ്, ഭക്തിയാണ്. നന്മയുടെ അടുക്കലേ ചെല്ലൂ ഈശ്വരൻ. അല്ലാതെ എത്ര പിടിച്ചാലും ഈശ്വരൻ എവിടെ ചെല്ലില്ല? തിന്മയുടെ അടുക്കൽ ചെല്ലാൻ ഈശ്വരന് പറ്റില്ല. അതുകൊണ്ടാണ് ഈശ്വരീയത്വം എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടാത്തത്. ആ ഈശ്വരം എന്ന് പറയുന്ന, ഈശ്വരീയത്വം എന്ന് പറയുന്നതിനെ ഉൾക്കൊള്ളുവാൻ പറ്റാത്തത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ പറയുന്ന ഈശ്വരീയത്വം എന്ന് പറയുന്ന ഒരു സത്യം എന്ന് പറയുന്നത് നിരാകാരമായിരിക്കുന്ന അവസ്ഥയിലേക്കാണെന്ന് നമ്മളോട് പറഞ്ഞു തന്നത് ഭഗവാൻ ശ്രീപരമേശ്വരനാണ്. എന്തുകൊണ്ടാണ് ഭഗവാനെ അങ്ങയുടെ രൂപത്തിൽ അങ്ങയെ ആരാധിക്കുന്നത് പ്രയാസം എന്ന് ചോദിക്കുമ്പോൾ, ഒന്നും അറിയാതെയുള്ളവന്റെ മുമ്പിൽ ഒന്നുമില്ലാത്തടത്ത് നിന്നും അവന് സാധാരണ രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റും. എന്ത്? ഈ നിരാകാരനായിരിക്കുന്ന ഒരു ഈശ്വരനെ. ആ നിരാകാരനായിരിക്കുന്ന ഒരു ഈശ്വരനിൽ ഒരവസ്ഥയിൽ നിന്നും ഈശ്വരീയത്വത്തിലേക്ക് കണ്ടെത്തുവാനുള്ള യാത്ര തുടങ്ങിയാൽ അവൻ ജീവിതത്തിൽ വിജയിക്കും. ഒന്നുമില്ല എന്ന് പറയുന്നിടത്ത് നിന്നും എല്ലാം ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് നമ്മൾ കഴിവുള്ളവരായി മാറുന്നത്, അല്ലേ? എല്ലാം തയ്യാറാക്കി വെച്ചിട്ട് അതിൽ നിന്ന് തയ്യാറാക്കുന്നതല്ല മിടുക്ക്. ഒന്നുമില്ലാത്തടത്ത് ഒന്നേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങി 1000 ഉണ്ടാക്കിയെടുത്താൽ നമ്മൾ അവരെ അംഗീകരിക്കപ്പെടും. ആ അംഗീകാരം ഉണ്ടാകുന്നവരാണ് ശൈവഭക്തരെന്ന പേരിൽ അറിയപ്പെടുന്നത്. നിരാകാരനായിരിക്കുന്ന, നിർഗുണനായിരിക്കുന്ന, പരബ്രഹ്മമായിരിക്കുന്ന ഈശ്വരൻ.
നമുക്കിവിടെ നിന്നും നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ പടനിലം ശ്രീ പരബ്രഹ്മ ക്ഷേത്രത്തിന്, ഇല്ലേ? ഒരു ചൈതന്യത്തെ ഉൾക്കണ്ണാൽ കാണാൻ കഴിയുന്നുവെങ്കിൽ നമ്മൾ ആ പരബ്രഹ്മത്തിന്റെ വലിയ ഭക്തൻ തന്നെയാണ്. ആ പരബ്രഹ്മത്തെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കാണാം. കാറ്റായി കാണാം, മരമായി കാണാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് കാണാം. എങ്ങനെ കണ്ടാലും നമുക്കത് അനുഭവത്തിൽ വരണം. അപ്പോഴേ നമുക്കത് സ്പർശനമാകുകയും ആ പരബ്രഹ്മത്തെ നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് പരബ്രഹ്മമായി അവിടെ നിന്നുകൊണ്ട് തിരികെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴേക്കും അത് അർദ്ധനാരീശ്വരനായി വന്നു. വെളിച്ചത്തിൽ നിന്നും പൂർണ്ണ വെളിച്ചത്തിലേക്ക് വരുമ്പോൾ അത് ഒന്നായി കണ്ടു. എന്തിനെ? രണ്ടായി നിന്നതിനെ ഒന്നായി കണ്ടു. വീണ്ടും നമ്മൾ കുറച്ചുകൂടെ വിശാലമായി കണ്ടപ്പോഴേക്കും അത് രണ്ടായി തന്നെ മാറി. ഒന്നെന്നും രണ്ടെന്നും പറയുന്ന രണ്ടവസ്ഥകളിലേക്കായി മാറി. ഈ രണ്ടവസ്ഥകളിൽ ഒന്നുമില്ലാത്തടത്ത് നിന്നും രണ്ടെന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കുവാൻ ശ്രീ പരബ്രഹ്മ ചൈതന്യത്തിൽ നിന്നും അർദ്ധനാരീശ്വരനിലൂടെ ശിവനും പാർവതിയുമായി നമുക്ക് കണ്ടെത്തുവാൻ, മാറ്റിയെടുക്കുവാൻ നമ്മുടെ മനസ്സിന് സാധിക്കണം. അത് സാധിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾക്കായിട്ടാണ് നമ്മൾ കർമ്മങ്ങൾ ഓരോന്നും ചെയ്യുന്നത്, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ചായ കുടിക്കുമ്പോൾ മധുരമിടുന്നത് നമുക്ക് സ്വാദിന് വേണ്ടിയിട്ടാണ്. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഉപ്പിടുന്നത് നമുക്കൊരു സ്വാദുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഉപ്പിട്ടില്ലെങ്കിൽ അതിന് സ്വാദില്ലെന്ന് നമുക്ക് തോന്നുന്നുവെങ്കിൽ എന്തിനകത്തും ഈശ്വരീയത്വം ഇല്ലെങ്കിൽ അത് പൂർണ്ണതയാകില്ല എന്ന് നമുക്ക് സാധിക്കണം. അതിനാദ്യമേ നമ്മളോട് പറഞ്ഞു തന്നു, നീ ആദ്യമായിട്ട് ഈശ്വരനായി കാണേണ്ടത് മറ്റെങ്ങും ദൂരെയെങ്ങും പോയി കാണേണ്ട, നിന്റെ വീട്ടിൽ നിന്ന് നീ ഈശ്വരനെ കണ്ടെത്താൻ നിനക്ക് ആദ്യം പഠിക്കണം. ഏറ്റവും വലിയ ഈശ്വരൻ ആരാണ്? ഏറ്റവും വലിയ ഈശ്വരൻ? നമ്മളുടെ ഏറ്റവും വലിയ ഈശ്വരൻ ആരാണ്? അവരവരുടെ അമ്മ. അമ്മയല്ല, അവരവരുടെ അമ്മ. എനിക്ക് എന്റെ അമ്മയാണ് ഏറ്റവും വലുതല്ലേ? എന്റെ അമ്മയാണ് എന്റെ ഏറ്റവും വലിയ ഈശ്വരൻ. രണ്ടാം സ്ഥാനം ആർക്കാണ്? അച്ഛനാണ്, അവനവന്റെ അച്ഛൻ. മൂന്നാം സ്ഥാനം ഗുരുവിനാണ്. അത് കഴിഞ്ഞേ ഉള്ളൂ ലോകത്ത് ഏതൊരു ഈശ്വരനും. മാതാവും പിതാവും ഗുരുവും കഴിഞ്ഞേ ഉള്ളൂ ഏതൊരു ഈശ്വരനും. അതെല്ലാ തലങ്ങളിലേക്കും ഏത് ഈശ്വരൻ പോലും കണ്ടെത്തിയത്, എല്ലാവരും ഭഗവാൻ കൃഷ്ണനെ ബന്ധിക്കാനായിട്ട് ചെന്നപ്പോൾ എല്ലാത്തിനെയും തട്ടി മാറ്റിക്കൊണ്ട് ഭഗവാൻ തന്റെ വിശ്വരൂപം കാണിക്കുന്നിടത്ത് സ്വന്തം അമ്മയുടെ മുമ്പിൽ കൈകൾ കൂപ്പി നിന്നു കൊടുത്തു. കെട്ടിക്കോളാൻ പറഞ്ഞു. കെട്ടുവാൻ വേണ്ടി ഈശ്വരൻ നിന്നു കൊടുത്തത് ഒരമ്മയുടെ മുമ്പിൽ മാത്രമേ ഉള്ളൂ. ആ ഒരു വലിയ തലത്തിലേക്ക് ഈശ്വരീയത്വം നമുക്ക് മാറണമെങ്കിൽ അവനവന്റെ വീട്ടിൽ അവനവന്റെ അമ്മയെയും അച്ഛനെയും ഗുരുക്കന്മാരെയും സ്നേഹിക്കാനും ബഹുമാനിക്കാനും അറിയാതെ അന്യടത്ത് ചെന്ന് നിന്ന് എത്ര ഘോരം പറഞ്ഞാലും ചെയ്താലും അവൻ വിജയിക്കുമോ? വിജയിക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ആദ്യം അവനവന്റെ വീട്ടിൽ നിന്ന് വേണം നമ്മൾ ആചരണങ്ങൾ തുടങ്ങാൻ. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തുടങ്ങേണ്ടുന്നത് എവിടെ നിന്നാണ്? അവനവന്റെ വീട്ടിൽ നിന്നാണ്. അല്ലാതെ വരുമ്പോഴാണ് നമുക്ക് എന്റെ അമ്മയെ ഞാൻ സ്നേഹിച്ചെങ്കിലേ അമ്മ എന്താണെന്നുള്ളതിന്റെ വലിയ തലം എനിക്ക് മനസ്സിലാകത്തുള്ളൂ. മാതൃത്വം എന്താണെന്ന് എനിക്ക് മനസ്സിലാകേണ്ടത് എന്റെ അമ്മയിൽ നിന്നാണ്. അമ്മയാണ് എനിക്ക് ആഹാരത്തിന് സ്വാദുണ്ടാക്കി തന്നത്, അല്ലേ? മക്കൾക്ക് സ്വാദുണ്ടാക്കുന്നത് അമ്മയാണ്. ഭക്ഷണം എടുത്ത് വെച്ചിട്ട് ചോറിനകത്ത് അല്പം തൈര് ഒഴിച്ചിളക്കി അല്പം ഉപ്പിട്ടിട്ട് ആദ്യം അമ്മ ഇളക്കിയിട്ട് ആദ്യം എന്ത് ചെയ്യും? അമ്മ കഴിച്ചു നോക്കും. അമ്മ തീരുമാനിക്കും ഇതിന് ഉപ്പ് മതിയോ എന്ന്. അങ്ങനെയല്ലയോ? അതാ കുഞ്ഞു പറയും ഉപ്പ് പോരാന്നോ? പറയില്ല, അമ്മ തീരുമാനിക്കും ഇത് മതി. അമ്മ ഭക്ഷണം കൊടുത്തിട്ട് അമ്മ തീരുമാനിക്കും എന്റെ കുഞ്ഞിന് വയറ് നിറഞ്ഞു. ആ തീരുമാനമാണ് ജീവിതത്തിൽ. അതിനപ്പുറത്ത് ഒരല്പം കൂടി കഴിക്കാൻ ആ കുഞ്ഞിന് സാധിക്കില്ല. അമ്മയുടെ ഉള്ളു പറയും എന്റെ കുഞ്ഞിന് ഇത് മതി. ആ തലങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചത് ആരാണ്? മാതാവ് എന്ന് പറയുന്ന ഒരു ഈശ്വരൻ. എന്റെ അമ്മയെ ഞാൻ ആ തലങ്ങളിലേക്ക് കണ്ട് മനസ്സിലാക്കി. എന്റെ അമ്മ എനിക്ക് പറഞ്ഞു തരണം മാതൃത്വത്തിന്റെ ഗുണം. എന്റെ അച്ഛൻ എനിക്ക് നൽകി തരണം പൈതൃകത്തിന്റെ ഗുണം എന്താണെന്ന്. എന്റെ ഗുരുക്കന്മാർ എനിക്ക് പറഞ്ഞു തരണം തിരിച്ചറിവുകൾ എന്താണെന്ന് പറഞ്ഞു തരണം. എന്നെങ്കിൽ മാത്രമേ എനിക്ക് ഈശ്വരനെ കാണാൻ സാധിക്കത്തുള്ളൂ. ആ ഈശ്വരീയത്തെ എനിക്ക് കണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഗുണകരമായ തലത്തിൽ ഒരു മനുഷ്യനായി എനിക്ക് ജീവിക്കാൻ സാധിക്കൂ. ആ തലങ്ങളിലേക്ക് പോകുവാൻ ഭഗവാൻ ശ്രീ പരമേശ്വരൻ
പാർവതി ദേവിക്ക് പലതും പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. നീ ചെയ്യുന്നതിനകത്തിൽ പലതും എന്താണെന്നും എന്തിനാണെന്നും പറഞ്ഞു തന്നു. ഇവിടെ മഹാത്മ്യമായിരുന്നു ആദ്യം പറഞ്ഞത്. ആ മഹാത്മ്യത്തിനകത്തിൽ ചഞ്ചുള എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് പരിശുദ്ധി ഉണ്ടാകാൻ വേണ്ടിയിട്ട് മോശമായി നിന്ന സ്ഥലത്ത് നിന്നും ചഞ്ചുളയ്ക്ക് ഉണ്ടാകേണ്ട പരിശുദ്ധി ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകതകൾ പറഞ്ഞു മനസ്സിലാക്കി ആ തലങ്ങളിലേക്ക് മാനസികമായും ശാരീരികമായും അവൾ നല്ല തലത്തിലേക്ക് പോയപ്പോഴാണ് ഒരു നല്ല ശിവഭക്തയായി അവൾക്ക് മാറുവാൻ സാധിച്ചത്. മഹാത്മ്യത്തിൽ പറയുന്നത് ചഞ്ചുളയുടെ കഥയാണ്. ചഞ്ചുള ചെയ്ത തെറ്റുകൾ അവൾക്ക് ബോധ്യമുണ്ടായി. എന്ത്? ഈശ്വരൻ എന്താണെന്ന് അവൾക്ക് കണ്ടപ്പോൾ. ശരിക്കും കാഴ്ചയില്ലാതെ വന്നപ്പോൾ ഒരു കണ്ണാടി വെച്ചപ്പോൾ അത് പൂർണ്ണമായി കൃത്യമായി കാണാൻ സാധിച്ചതുപോലെ എന്തൊക്കെയോ കാണാനുണ്ട് എങ്കിൽ അതെന്താണെന്ന് ശിവഭക്തിയിലൂടെ ശിവഭക്തിയാകുന്ന കണ്ണാടി എടുത്തു വെച്ചപ്പോൾ കൃത്യമായി കാണാൻ സാധിച്ചു. പലപ്പോഴും നമുക്ക് കണ്ണിന് കാഴ്ചകൾ കുറയുമ്പോൾ നമ്മൾ ഈ ഗുണങ്ങളുള്ള കണ്ണാടികൾ വെക്കാത്തത് കൊണ്ടാണ് പലതിനെയും നമുക്ക് കൃത്യമായി കാണാം. കൃത്യമായി കാണാത്തത് കൊണ്ടാണ് നമ്മൾ പറയുന്നത് അവിടെ ഒന്നുമില്ല എന്ന് പറയും. അവിടെ ഉണ്ടോ എന്ന് അറിയണം. നമ്മൾ അറിയണമെങ്കിൽ കണ്ണുണ്ടെങ്കിലും അതിന് കാണുന്നതിനുണ്ട് പണി എന്ന് നമ്മളോട് പറഞ്ഞു തന്നതും അതുകൊണ്ടാണ്. അത് അറിഞ്ഞവരൊരുപാട് പേരുണ്ടായിരുന്നു. അവര് പറഞ്ഞു തന്നു, അന്നവും വസ്ത്രവും ഒക്കെ മുട്ടാതെ നമുക്ക് എല്ലാം നൽകുന്നത് ഒരു ഈശ്വരനാണെന്ന് പറഞ്ഞു തന്നു. ആര്? ശ്രീനാരായണ ഗുരുദേവൻ ദൈവദശകത്തിലൂടെ അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ച് ഞങ്ങളെ ധന്യനാക്കുന്ന നീ ഒന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ എന്ന് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് പറഞ്ഞു തന്നു. ചട്ടമ്പി സ്വാമികൾ നമുക്ക് ഈശ്വരനെ കാണിച്ചു തന്നു. ശ്രീ ശങ്കരൻ നമ്മളെ നമുക്ക് കാണിച്ചു തന്നു. രണ്ടല്ല, അതൊന്നാണ് എന്ന് നമുക്ക് പറഞ്ഞു തന്നു. രണ്ടിൽ നിന്നും ഒന്നിലേക്കുള്ള അവസ്ഥയെന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. ഒന്നിനെ രണ്ടായിട്ടെടുക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. പക്ഷേ രണ്ടെന്നുള്ളതിൽ നിന്ന് ഒന്നായിട്ട് കാണണമെങ്കിൽ നമുക്ക് ബോധമുണ്ടെങ്കിലേ നമുക്ക് സാധിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു തന്ന ശ്രീശങ്കരൻ നമുക്ക് തെളിവുകളാണ്. തന്റെ പ്രവർത്തന മേഖലകളിലൂടെ ജീവിതം മുഴുവൻ നമുക്ക് ജീവിത സമയം മുഴുവൻ നമുക്ക് മറ്റുള്ളവന് വേണ്ടിയിട്ട് ചെയ്യുന്ന ആൽമരത്തെ പോലെയാകാൻ നമുക്ക് സാധിക്കണം. ആൽമരത്തിന്റെ ചുവട്ടിൽ പോയി തണല് കൊള്ളുന്നവരാണ് നമ്മൾ ഓരോരുത്തരും, അല്ലേ? നമ്മളെല്ലാം ആൽമരത്തിന്റെ ചുവട്ടിൽ പോയി തണല് കൊള്ളും. ഒരിക്കലെങ്കിലും നമ്മൾ വിചാരിച്ചിട്ടുണ്ടോ ഈ ആല് എനിക്ക് തണല് തരുന്നത്, ഈ ആല് വെയില് കൊണ്ടോണ്ടാണ് എനിക്ക് തണല് തരുന്നതെന്ന് നമ്മൾ എത്ര പേര് ചിന്തിച്ചിട്ടുണ്ട്? ഒരിക്കലെങ്കിലും ഈ ആലിന് എന്റെ വകയായി എനിക്ക് എത്രയോ ദിവസം തണലുകൾ തന്നതാണെന്ന് പറഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും നമ്മൾ അതിന്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടോ? ഉണ്ടോ? അതിനൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മുടെ ജീവിതയാത്രകളിൽ നമ്മൾ കടന്നു പോകുന്ന പല വഴിത്താരകളെയും നമ്മൾ അറിയാറും മനസ്സിലാക്കാറും ചിന്തിക്കാറും ഇല്ലാത്തത് കൊണ്ടാണ്. ബോധത്തോടു കൂടിയാണെങ്കിൽ നമുക്ക് പലതിനെ അറിയുവാനും ഉൾക്കൊള്ളുവാനും ചിന്തിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കും. അത് സാധിക്കുവാൻ വേണ്ടുന്ന സംഹിതകളായിട്ടാണ് ശ്രീമദ് ശിവപുരാണം നമുക്ക് അർത്ഥങ്ങളെ പറഞ്ഞു തന്നത്. അത് ശ്രീ പരമേശ്വരൻ ഒറ്റയ്ക്കിരുന്ന് പാർവതി ദേവിയോട് സ്വസ്ഥമായി പറഞ്ഞു മനസ്സിലാക്കി. ഭർത്താവ് സ്വസ്ഥമായി ഭാര്യയോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നതാണ് ഒരു കുടുംബ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ബലം എന്ന് പറയും. ഇന്ന് ജീവിതത്തിലെ പല പ്രയാസങ്ങൾ ഉണ്ടാകുന്നതിന്റെ ഒരു കാരണം നമുക്ക് ചിന്തിക്കപ്പെടാം. ശ്രീമദ് ശിവപുരാണത്തിലൂടെ പരസ്പരം സ്വസ്ഥമായി ഇരുന്ന് സംസാരിക്കുവാൻ കഴിയുന്നില്ല. അവരുടെ പ്രശ്നങ്ങൾ പരസ്പരം ഒരു നല്ല വക്താവായും ശ്രോതാവായും നമ്മൾ മാറണം. ഭർത്താവ് ആഗ്രഹിക്കുന്നത് താൻ പറയുന്നത് മുഴുവൻ കേൾക്കുന്നവളാകണം അവൾ. അതോടൊപ്പം തന്നെ അവൾ പറയുന്നത് മുഴുവൻ ആളായിട്ട് കൂടി ഞാൻ മാറിയെങ്കിൽ മാത്രമേ അത് പൂർണ്ണതയാകുകയുള്ളൂ എന്നറിയണം. പരസ്പരം ആ ഒരു നല്ല ബലത്തോടും സഹകരണത്തോടും കൂടി ആയെങ്കിൽ മാത്രമേ നമുക്ക് അത് ആ തലങ്ങളിലേക്ക് മാറ്റുവാനും മാറുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. അത് നമുക്ക് പാർവതി ദേവി പറഞ്ഞു ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായിരിക്കുന്ന മറുപടികൾ സ്വസ്ഥമായിട്ട് ചോദ്യങ്ങൾ ആദ്യമേ കേട്ടു. ആദ്യമേ സ്വസ്ഥമായിട്ട് ചോദ്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞ് ആ ചോദ്യങ്ങൾക്കുള്ള കൃത്യമായിരിക്കുന്ന മറുപടികൾ സ്വസ്ഥമായിട്ടൊരു ഭർത്താവായി തന്നിരുന്നു കൊണ്ട് ഒരു ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കുവാൻ ശ്രീ പരമേശ്വരന് സാധിച്ചത് കൊണ്ടാണ്
അവരുടെ കുടുംബജീവിതം എന്നും സ്വസ്ഥമായി മാറുന്നതും നമ്മളുടെ വീടുകളിൽ ശ്രീ പരമേശ്വരന്റെയും പാർവതിയുടെയും ഗണപതി ഭഗവാന്റെയും ശ്രീമുരുകന്റെയും ഒന്നിച്ചുള്ള ഫാമിലി ഫോട്ടോ തന്നെ നമ്മൾ വെക്കുന്നതും അവയെ ആരാധിക്കുന്നതുമല്ല. അപ്പൊ അങ്ങനെ ആ തലങ്ങളിലേക്ക് നമുക്ക് മാറുവാനായിട്ട് ശ്രീമദ് ശിവപുരാണം നമ്മൾക്ക് സാധിക്കണം. 12 സംഹിതകളായിരുന്നു എന്ന് പറഞ്ഞിരുന്നു ആദ്യം. ആ 12 സംഹിതകളുടെയും പേര് വേണമെങ്കിൽ ഒന്ന് പറയാം, എഴുതിക്കൊണ്ട്. വിദ്വേശ്വര സംഹിതയെന്നും രുദ്രസംഹിതയെന്നും വൈനായക സംഹിതയെന്നും ഉമാസംഹിതയെന്നും മാതൃസംഹിത, ഏകാദശ രുദ്രസംഹിത, കൈലാസ സംഹിത, ശതരുദ്ര സംഹിത, കോടിരുദ്ര സംഹിത, സഹസ്രകോടി രുദ്ര സംഹിത, വായവീയ സംഹിത, ധർമ്മ സംഹിത, അങ്ങനെ 12 സംഹിതകളിൽ 1,00,000 ശ്ലോകങ്ങളാണ് ശിവപുരാണം. പക്ഷെ അതിനെ അല്പം കൂടി ചുരുക്കി മാറ്റി 12 ഒന്നുകൂടെ പറയണോ? വിദ്വേശ്വര സംഹിത, രുദ്രസംഹിത, വൈനായക സംഹിത, ഉമാസംഹിത, മാതൃസംഹിത, ഏകാദശ രുദ്ര സംഹിത, കൈലാസ സംഹിത, ശതരുദ്ര സംഹിത, കോടിരുദ്ര സംഹിത, സഹസ്രകോടി രുദ്ര സംഹിത, വായവീയ സംഹിത, ധർമ്മ സംഹിത. 12 ആയില്ലയോ? ഒന്നുകൂടെ പറയണോ? വിദ്വേശ്വര സംഹിത, രുദ്ര സംഹിത, വൈനായക സംഹിത, ഉമാസംഹിത, മാതൃസംഹിത, ഏകാദശ രുദ്ര സംഹിത, കൈലാസ സംഹിത, ശതരുദ്ര സംഹിത, കോടിരുദ്ര സംഹിത, സഹസ്രകോടി രുദ്ര സംഹിത, വായവീയ സംഹിത, ധർമ്മ സംഹിത. 12 ആയില്ലയോ? അങ്ങനെയുള്ള ഈ ഒരു 12 സംഹിതകളായിരുന്ന 1,00,000 ശ്ലോകങ്ങളുള്ള ഈ സംഹിതയെ ഒന്ന് ചുരുക്കി 7 സംഹിതകളായിട്ട് മാറ്റി. ആ 7 എണ്ണം പറയാം. അതാണ് നമ്മൾ ഇവിടെ പാരായണം പറയുകയും ഇന്ന് ആചരിക്കുകയും ചെയ്യുന്ന ശിവപുരാണം. 7 എണ്ണമാണ് അത് പ്രധാനമായിട്ട് വരുന്നത്. വിദ്വേശ്വര സംഹിത, രുദ്രസംഹിത, ശതരുദ്ര സംഹിത, കോടിരുദ്ര സംഹിത, ഉമാസംഹിത, കൈലാസ സംഹിത, വായവീയ സംഹിത. അങ്ങനെ 7 എണ്ണമായിട്ട് അതിനെ മാറ്റി. അതിനകത്തില് വിദ്വേശ്വര സംഹിതയിൽ ശിവപുരാണത്തിന്റെ പ്രാധാന്യങ്ങളെയും അതിന്റെ ആചരണങ്ങളെയും ശിവനെ എങ്ങനെ ആചരിക്കണമെന്നോ ആരാധിക്കണമെന്നോ ഒക്കെയാണ് ഇന്ന് പറഞ്ഞു പോകുന്നത്. അത് കഴിയുമ്പോൾ രുദ്രസംഹിത വരും. എന്തോ 7 എണ്ണമാണോ? 7 എണ്ണം ഒന്നുകൂടെ പറയണം. വിദ്വേശ്വര സംഹിത, രുദ്രസംഹിത, ശതരുദ്ര സംഹിത, കോടിരുദ്ര സംഹിത, ഉമാസംഹിത, കൈലാസ സംഹിത, വായവീയ സംഹിത. അപ്പൊ അങ്ങനെ 7 എണ്ണമാക്കി മാറ്റിയതിനെ ആദ്യത്തേതിനകത്തിൽ വിദ്വേശ്വര സംഹിതയ്ക്കകത്ത് ശിവനെ എങ്ങനെ ആരാധിക്കണം, എന്താണ് ശിവൻ, അല്ലെങ്കിൽ ശിവം എന്താണ്, ആ ശിവൻ എന്ന് പറയുന്നത് ശിവമായി മംഗളമായി മാറിയത് എന്താണ് എന്ന് പറയുന്നു. അത് കഴിയുമ്പോൾ രുദ്രസംഹിതയ്ക്കകത്ത് 5 കാര്യങ്ങൾ പ്രധാനമായിട്ടും പറഞ്ഞു തരുന്നു. 5 കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. 1, സൃഷ്ടി എന്താണെന്ന് പറഞ്ഞു തന്നു. 2, സതീദേവിയെ പറ്റി പറഞ്ഞു തന്നു. 3, പാർവതി ദേവിയെ പറ്റി പറഞ്ഞു തന്നു. 4 കുമാരനെ പറ്റി പറഞ്ഞു തന്നു. 5 യുദ്ധത്തെ പറ്റി പറഞ്ഞു തന്നു. അതിനുശേഷം വായവീയ സംഹിതയ്ക്കകത്താണ് ബാക്കിയുള്ള വലിയ തലങ്ങളേക്ക് മാറുന്നത്. അപ്പോൾ വായവീയ സംഹിതയ്ക്കകത്ത് കുറെ കൂടി ഒരു വലിയ തത്വങ്ങളിലേക്ക് തന്നെ പോവുകയാണ്. ഇവിടെ ആദ്യം സതീദേവിയാണ് ബലമായി പറയാൻ പോകുന്നത്. ശിവനും സതിയും തമ്മിലുള്ള വിഷയം നമ്മളുടെ ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്നവരാണ് നമ്മൾ.
ഇല്ലേ? ഭർത്താവ് പറഞ്ഞിട്ടും കേൾക്കാതെ, ഭർത്താവിന്റെ മാത്രം ഭാര്യ എന്ന് പറഞ്ഞു തന്ന, ഭർത്താവ് പറയുന്നതാണ് എനിക്ക് വേദവാക്യം എന്ന് പറയുകയും സ്വന്തം വീട്ടിലെ കാര്യം വരുമ്പോ ഭർത്താവിന്റെ വാക്കിന് വിലയില്ലാതെ മാറിയ സതീദേവികളുടെ കഥയായിരുന്നു സതീദേവി നമുക്ക് പറഞ്ഞു തന്നത്. സ്വന്തം ജീവിതം കൊണ്ട് ഒന്ന് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ പരസ്പരം ഒന്നിനെ വൃത്തിയാക്കാൻ, അല്ലെങ്കിൽ പരസ്പരം പറഞ്ഞു മനസ്സിലാക്കുവാനുള്ള സമയം കാണിക്കാതെ പരസ്പരമുള്ള വിരോധത്തെയും വിദ്വേഷത്തിനും ബലം കൊടുത്തപ്പോ സതീദേവിയുടെ കഥയുണ്ടായി. ആ സതീദേവിയുടെ കഥയിൽ നിന്നും അനുഭവങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പോ, അനുഭവങ്ങൾ ജീവിതത്തിൽ വലിയ പാഠങ്ങളായി മാറിയപ്പോൾ വീണ്ടും പാർവതി ദേവിയായി മാറി. അതിപ്പോഴും ഇങ്ങനെ തുടർന്നു പോകുന്നു. ഭഗവാൻ എപ്പോഴും സ്ഥിരമായി നിലകൊള്ളുന്നു. ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും പരാജയങ്ങൾ ഉണ്ടാകുന്നത്, പലതും നമ്മൾ താടിക്കൊക്കെ കൈയൊക്കെ കൊടുത്തിരുന്ന പിന്നെ ഇത് എങ്ങനെയെങ്കിലുമൊക്കെ തീരട്ടെ എന്ന് വിഷമിച്ചിരിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം? സ്വസ്ഥമായി അതിനെ ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കപ്പെടുന്നവരായിട്ട് നമ്മൾ മാറും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ദുർലഭമായിരിക്കുന്ന നല്ല നിമിഷങ്ങളെ നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കി ഉൾക്കൊള്ളുവാൻ നമുക്ക് എപ്പോഴാണോ നമുക്ക് പൂർണ്ണമായിട്ടും സാധിക്കുന്നത്, ഈശ്വരൻ എന്ന് പറയുന്നത് ഒരു അനുഭൂതിയായിട്ട് മാറണം. നമുക്ക് ഈശ്വരൻ എന്ന് പറയുന്നത് ഒരു അനുഭവമായിട്ട് നമുക്ക് മാറണം. അങ്ങനെ മാറിയത് കൊണ്ടാണ് ഇന്നും പൂന്താനത്തിനെ നമ്മൾ പൂജിക്കുന്നത്. നമ്മൾ ഓരോരുത്തരെയും ഇന്ന് ആ തലങ്ങളിലുള്ളവരെ എല്ലാം ഇന്നും അറിയുന്നതും ഓർക്കുന്നതും അതുകൊണ്ടാണ്. മങ്ങാട്ടച്ഛനെ നമ്മൾ പൂജിക്കുന്നത് കൊണ്ടാണ്, മങ്ങാട്ടച്ഛനെ തന്നെ ആചരിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെ എല്ലാ വിധത്തിലും ഈ ഏഴ് സംഹിതകളിലൂടെ സതീദേവിയിൽ നിന്നും പാർവതീ ദേവിയിലേക്കുള്ള മാറ്റമാണ് നമുക്ക് ആഗ്രഹം. ആ സതീദേവിയിൽ നിന്നും പാർവതിയിലേക്ക് നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, അവിടെ സംഭവിച്ചത് നഷ്ടങ്ങളാണെങ്കിൽ ആ നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ നമുക്ക് എല്ലാത്തിനെയും ഉൾക്കൊള്ളുവാനുള്ള അവസ്ഥയിലേക്ക് നമുക്ക് മാറും. അത് മാറണമെങ്കിൽ നമ്മൾ ചിലതിനെ നമ്മൾ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുക തന്നെ വേണം. അപ്പൊ അങ്ങനെ പൂർണ്ണമായ അവസ്ഥയിലേക്ക് ഉൾക്കൊള്ളണമെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പാലിക്കപ്പെടേണ്ടതായിരിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ശിവപുരാണം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ക്ഷേത്രത്തിൽ ആദ്യമായിട്ടാണെങ്കിൽ പോലും ഭക്തിയോടുകൂടി അതിനെ നമുക്ക് ഉൾക്കൊള്ളുവാനും ശ്രദ്ധയോടുകൂടി നമുക്കതിനെ പരിപാലിക്കപ്പെടാനും വൃത്തിയോടുകൂടി അത് ആചരിക്കപ്പെടാനും നമുക്ക് സാധിക്കണം. ശ്രദ്ധയും ഭക്തിയും വൃത്തിയും നമുക്കുണ്ടായെങ്കിൽ മാത്രമേ നമുക്കത് പൂർണ്ണമായിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കത്തുള്ളൂ.